ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത ഏതായിരുന്നു, ഓർമ്മയുണ്ടോ? ബയോമോളിക്യൂളിന്റെ എവിടം വരെ എടുത്തു? ബയോമോളിക്യൂളിന്റെ എവിടം വരെ എടുത്തു എന്ന് പറഞ്ഞേ? കാർബോഹൈഡ്രേറ്റ് അല്ലെ? കാർബോഹൈഡ്രേറ്റില് ഏകദേശം ആദ്യത്തെ ആ ഒരു കാർബോഹൈഡ്രേറ്റില് ഫ്രക്ടോസ് കഴിഞ്ഞിട്ടില്ല, ഗ്ലൂക്കോസ് വരെ കഴിഞ്ഞു. അതാണ് എടുത്തത് അല്ലെ? ഓർത്ത് നോക്കുക. കണ്ടന്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. അതിനു മുമ്പ് ഇപ്പൊ ടോക്കസിൽ ഇന്ന് എക്സാം ഉണ്ടായിരുന്നു. പേപ്പേഴ്സ് ഗ്രൂപ്പിലിടും കേട്ടോ, ഗ്രൂപ്പിലിടണം കേട്ടോ. ഓക്കെ, മറക്കരുത്. ഒരാളെങ്കിലും ഗ്രൂപ്പിൽ എന്തായാലും ഇട്ടേക്കണം. അപ്പോ ആ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. ഓർത്ത് നോക്കുക. 6th one അല്ലെ? നോക്കാം. Which of the following on reduction with lithium aluminum hydride gives secondary amine? ഇതാണ് ക്വസ്റ്റ്യൻ. Which of the following on reduction with lithium aluminum hydride gives a secondary amine? ഓപ്ഷൻ ഫസ്റ്റ്, മീഥൈൽ ഐസോസൈനേറ്റ്. മീഥൈൽ ഐസോസൈനേഡിന് റിഡക്ഷൻ ചെയ്താൽ എന്ത് കിട്ടും? മീഥൈൽ ഐസോസൈനേഡ് എന്ന് പറഞ്ഞാൽ CH3 എന്താണ്? NC കേട്ടോ. ഓർത്തു നോക്കുക. പിന്നെ വരുന്നത് അസറ്റമൈഡ്. അസറ്റമൈഡ് ഉണ്ട്. പിന്നെ വരുന്നത് നൈട്രോ ഈഥൈൻ ഉണ്ട്. മീഥൈൽ സൈനൈഡ് ഉണ്ട്. ഏതായിരിക്കും? മീഥൈൽ സൈനൈഡ് എന്ന് പറയുമ്പോൾ CH3CN ആണ്. മീഥൈൽ സൈനൈഡ് എവിടെയായിരിക്കും വരുന്നത്? ആദ്യമായിട്ട് നിങ്ങൾ മീഥൈൽ സൈനൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിഡക്ഷൻ അല്ലെ, പ്രിപ്പറേഷൻ ഓഫ് അമീനില് മീഥൈൽ സൈനൈഡ് ഉണ്ട് അവിടെ. CH3CN, CH3CH2NH2 അവിടെ ഓർത്ത് നോക്കുക. മീഥൈൽ സൈനൈഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് CH3CN. അതിനെ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് വെച്ച് ട്രീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് CH3CH2NH2. ഇതെന്താ? പ്രൈമറി അമീനാണ്. അവർക്ക് വേണ്ടത് സെക്കൻഡറി അമീനാണ് ആക്ച്വലി വരുന്നത്. സെക്കൻഡറി അമീനാണ്. പിന്നെ ഏതായിരിക്കും? ഏതാ? ഏതായിരിക്കും പിന്നെ വരുന്നത്? ഏതാ എഴുതിയ? മീഥൈൽ ഐസോസൈനൈഡ് അവിടെ നിൽപ്പുണ്ട് അല്ലെ? നോക്കാം. മീഥൈൽ ഐസോസൈനൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? CH3NC കേട്ടോ. ഓർത്ത് നോക്കുക. ഇതവിടെ നിന്നോട്ടെ, ഇതവിടെ നിൽക്കട്ടെ. ഓർത്ത് നോക്കുക. പിന്നെ എന്തൊക്കെയുണ്ട്? ഓർത്ത് നോക്കുക. അസറ്റമൈഡ് കേട്ടോ. ഓർത്ത് നോക്കുക. എല്ലാവരും നോക്കാലോ. അസറ്റമൈഡ് എന്ന് പറഞ്ഞാൽ CH3CONH2. ഇതാണ് അസറ്റമൈഡ്. ഇനി ഒരെണ്ണം കൂടി വന്നിട്ടുണ്ട്, നൈട്രോ ഈഥൈൻ. CH3CH2NO2. നൈട്രോ ഈഥൈൻ അല്ലേ? നൈട്രോ ഈഥൈൻ. ഇത്ര ഓപ്ഷൻ ഉള്ളൂ. പിന്നെ വരുന്നത് മീഥൈൽ ഐസോസൈനൈഡ് 1, 2, 3, 4. 4 ഓപ്ഷൻ. ഇതില് ശ്രദ്ധിക്കുക, ഇവിടെ എല്ലാം റിഡക്ഷൻ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് കേട്ടോ. ഇതൊക്കെ എവിടെയുണ്ടെന്നും കൂടി കറക്റ്റ് ആയിട്ട് പറയാം. ഇത് പ്രിപ്പറേഷൻ ഓഫ് എന്താണ്? അമീൻ. പ്രിപ്പറേഷൻ ഓഫ് അമീനില് ഫസ്റ്റ്, സെക്കൻഡ്, അമോണോലിസിസ് തേർഡ് ആയിട്ട് കിടക്കുന്ന ഒരു സെക്ഷൻ ആണ്. ഇത് തേർഡ് റിയാക്ഷൻ ആയിട്ട് വരും കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ പ്രിപ്പറേഷൻ ഓഫ് അമീനിലെ ഫസ്റ്റ് റിയാക്ഷൻ ഇതാണ്. നൈട്രോ കോമ്പൗണ്ടിനെ റിഡക്ഷൻ ചെയ്താൽ എന്ത് കിട്ടും? അമീൻ കിട്ടും. പ്രൈമറി അമീനാ കിട്ടുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക. എല്ലാത്തിലും CH3CH2NH2 ആ കിട്ടുന്നത്. ഈ പറയുന്ന 1, 2, 3, 4 ഇതില് 1, 3, 4 ഇതിലെല്ലാത്തിനും കിട്ടുന്നത് എന്തായിരിക്കും? പ്രൈമറി അമീൻ. അപ്പൊ എന്തായിരിക്കും ഇതിൽ കിട്ടുക കേട്ടോ? ഓർത്ത് നോക്കുക. CH3NC. അവിടെ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്താണെന്ന് നോക്കേണ്ടത് അറിയോ? റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? റിഡക്ഷൻ, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. ഒന്ന് പറഞ്ഞേ, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. റിപ്പീറ്റ് ചെയ്യും, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. ഇനി ഇതിന്റെ മെക്കാനിസം നോക്കിയേ. CH3C ട്രിപ്പിൾ ബോണ്ട് N അവിടെ ഓർത്ത് നോക്കാം. ഇതിലേക്ക് ഹൈഡ്രജൻ ഒരെണ്ണം വരും. ഇവിടെ ഒരു ഹൈഡ്രജൻ വന്നു, ഇവിടെയും ഒരു ഹൈഡ്രജൻ വന്നു. അപ്പൊ എന്ത് വരും? ഇത് അങ്ങ് പൊട്ടും. ഈ കോമ്പൗണ്ടിന്റെ പേരെന്താണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇത് നമ്മുടെ സ്റ്റീഫൻ റിയാക്ഷന്റെ ഇന്റർമീഡിയറ്റ് ആണ് വരുന്നത്. അവിടെ പറഞ്ഞു ഇമീൻ. എന്താണ്? ഇമീൻ. ഈ കോമ്പൗണ്ടിന്റെ പേരെന്താ? ഇമീൻ. ഇവിടേക്ക് വീണ്ടും ഹൈഡ്രജൻ ആഡ് ചെയ്ത് എന്ത് വരും? ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പൊ എന്ത് വരും? CH3CH2NH2. ഇത് തന്നെയല്ലേ?
ഓർത്ത് നോക്കുക. അതേ ഐഡിയയിൽ ഇവിടെ ഒന്ന് ചെയ്ത് നോക്കിയേ നിങ്ങൾ. അതേ ഐഡിയയിൽ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ എന്ത് വരും? CH3 വരും. കണ്ടോ? ആ കാർബണിലേക്ക് ഇഷ്ടംപോലെ ഹൈഡ്രജൻ കൊടുക്കും കാർബണിന്റെ വാലൻസി അനുസരിച്ചിട്ട്. അപ്പോ എന്ത് വരും? ഇതാണ് സെക്കൻഡറി. കേട്ടോ? ഓർത്ത് നോക്കുക, സെക്കൻഡറി ഓർത്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് ഈ റിയാക്ഷൻ ഇല്ല, ഡയറക്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. അത് ഹാലോ ആൽക്കൈനിലെ ടേബിൾ ഇല്ലേ, ഓർത്ത് നോക്കുക. അല്ലാതെ അമീൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡയറക്റ്റ് ആയിട്ട് കിടപ്പില്ല എന്നാണ് എൻ്റെ ഓർമ്മ. കേട്ടോ? ഓർത്ത് നോക്കുക. വല്ലയിടത്തും ഒളിച്ച് കിടപ്പുണ്ടോന്ന് അറിയില്ല. നോർമലി ഓർമ്മയില്ല. ഐസോസൈനൈഡ് നമുക്ക് വരുന്ന ഒന്ന് എന്താണ്? കാർബൈൽ അമീൻ റിയാക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഇത് കിടക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ അവിടെ ആൽക്കൈൽ ഹാലൈഡ് NC കിടക്കുന്നുണ്ട്. അവിടുന്ന് സെക്കൻഡറി അമീനിൽ പോകുന്നത് അമോണലിസിസിൽ പറയുന്ന ഒരു ഏരിയയിൽ പറയുന്നുണ്ട്. കേട്ടോ? ഓർത്ത് നോക്കുക. അങ്ങനെ എടുക്കാനേ ഇതിന് ഒരു ഐഡിയ ഉള്ളൂ. കേട്ടോ? ഓർത്ത് നോക്കുക. പ്രൈമറി സെക്കൻഡറി ഒക്കെ കിട്ടുന്ന സമയത്ത് ഓർത്ത് നോക്കുക. കേട്ടോ? അപ്പൊ ഇതിനെ റിഡക്ഷൻ ചെയ്താൽ ഇത് കിട്ടും. കേട്ടോ? ഓർത്ത് നോക്കുക. അപ്പോൾ അതാണ്. വേറെ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇഗ്നാസ്? കേട്ടോ? ഓർത്ത് നോക്കുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡൗട്ട് ഉണ്ടായിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവാണ്. കേട്ടോ? ഓർത്ത് നോക്കുക. വേറെ ഏതെങ്കിലും ഉണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ ഏതായിരുന്നു? വല്ല ഐഡിയ ഉണ്ടോ? സെക്ഷൻ ബിയിൽ എക്സ്പ്ലെയിൻ കാർബൈൽ അമീൻ റിയാക്ഷൻ, ഡിസ്റ്റിങ്വിഷ് വാട്ട് ഹാപ്പൻ ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് HCN Br2 വാട്ടർ. അതൊക്കെ ചെയ്തില്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. ഏതായിരുന്നു? അത് വന്നില്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സിയില് സെക്കൻഡ് അല്ലെ? ഓർത്ത് നോക്കാം. അല്ല, സൈക്ലോഹെക്സേൻ. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ഓക്സിം ഓഫ് സൈക്ലോബ്യൂട്ടനോൺ. Write the product obtained when a mixture of benzaldehyde and formaldehyde are heating with a aqueous NaOH. എന്തായിരിക്കും? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. Write the product obtained when mixture of benzaldehyde, ബെൻസീന്റെ നമ്മളുള്ള CHO, and formaldehyde are heating with a aqueous NaOH. കാനിസാരോ ആണ് കേട്ടോ. മിക്സർ ഓഫ് ബെൻസാലിഹൈഡ് അല്ലേ? അപ്പോൾ ബെൻസാലിഹൈഡ് വരുമ്പോൾ ബെൻസൈൽ ആൽക്കഹോള്, ദെൻ ഫോർമാലിഹൈഡ് വരുമ്പോൾ രണ്ടിലും എന്താണ്? ആബ്സെൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ ആണ്. അതില് ഈ അവിടെ അക്വസ് NaOH കൊടുത്തേക്കുന്നതുകൊണ്ടാണ്. ശരിക്കും അവിടെ അക്വസ് NaOH അല്ല, കോൺസെൻട്രേറ്റഡ് NaOH ആണ് കൊടുക്കേണ്ടത്. കോൺസെൻട്രേറ്റഡ് NaOH കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നോ റിയാക്ഷൻ ആണ് വരേണ്ടത്. പക്ഷെ അതിൽ അതൊരു ക്വസ്റ്റ്യൻ്റെ ഒരു വേഗ്നെസ് ഉണ്ട് കേട്ടോ. Write the product obtained when mixture of benzaldehyde and formaldehyde. ബെൻസാൽഡിഹൈഡും ഫോർമാൽഡിഹൈഡും are heating with the aqueous NaOH. Are heating with the concentrated NaOH ആണെങ്കിലാണ് അത് അല്ലെങ്കിൽ അത് എന്താണ്? നോ റിയാക്ഷൻ ആണ്. പക്ഷെ സിയില് കോൺസെൻട്രേറ്റഡ് NaOH എന്ന് വേണം ശരിക്കും. അക്വസ് NaOH എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നതാണ് ആക്ച്വലി ഒന്നല്ലെങ്കിൽ ബെൻസാൽഡിഹൈഡിൽ നിന്ന് നമ്മൾ ആൽഡിഹൈഡില NaOH ഒക്കെ വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് എന്താണ്? കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്യാനായിട്ടുള്ളൊരു എബിലിറ്റി ഉണ്ട് ആക്ച്വലി. ക്വസ്റ്റ്യനിലൊരു വീക്ക്നെസ് ഉണ്ട്. കാനിസാരോയ്ക്ക് ചാൻസ് ഉണ്ട്. അത് എങ്ങനെയാണ്? കോൺസെൻട്രേറ്റഡ് NaOH ആണെങ്കിൽ അത് രണ്ടും വന്നേക്കുന്നത് അതിൽ മാത്രമേ ഉള്ളൂ. കാനിസാരോയിൽ മാത്രമേ ഉള്ളൂ എന്ത്? കോൺസെൻട്രേറ്റഡ് NaOH ആണെങ്കിൽ അത് തന്നെയാണ് ആക്ച്വലി. എന്തായാലും അത് എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ. ഏതായിരുന്നു ക്വസ്റ്റ്യൻ? തേർഡ് ആണ്. The structure of protein which give rise to alpha helix and beta pleated sheet structure. അത് സെക്കൻഡറി സ്ട്രക്ചർ കേട്ടോ. ഓർത്തോ, ഇമ്പോർട്ടൻ്റ് കേട്ടോ. അതിൽ നിന്ന് ചോദിക്കുള്ളൂ എന്ന് പറഞ്ഞില്ലേ ഞാൻ ആ ടോപ്പിക് കേട്ടോ. നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിന്റെ കണ്ടിന്യൂഷനിലേക്ക് വരാം. ഹെഡിങ് എഴുതി വെക്കാം. സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ്. സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ്. സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ്. ഫ്രക്ടോസിന്റെ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്നത് എന്തായിരുന്നു? ഫ്യുറാൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ആ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തേക്കുന്നത്.
അതുകൊണ്ട് ആ ഫ്രക്ടോസിന്റെ സ്ട്രക്ചറിൽ നമുക്ക് വരുന്നതാണ് ആൽഫ ഡി ഫ്രക്ടോഫ്യൂറാനോസ് എന്ന് പറയുന്നത്. അതിനു മുമ്പ് ഓപ്പൺ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് കേട്ടോ. ഫസ്റ്റ് ഹെഡിങ് ഓപ്പൺ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. അപ്പൊ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് അതിൽ ഓപ്പൺ സ്ട്രക്ചർ, സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് അതിൽ ഓപ്പൺ സ്ട്രക്ചർ, ഓപ്പൺ കഴിഞ്ഞാൽ പിന്നെ സൈക്ലിക് കേട്ടോ. ഓർത്ത് നോക്കാം. ഫ്രക്ടോസ്, സോറി, സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ് അതിൽ ഓപ്പൺ സ്ട്രക്ചർ ആണ് വരയ്ക്കുന്നത്. ഫ്രക്ടോസ് ആണ് കേട്ടോ, സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ് അതിൽ ഓപ്പൺ സ്ട്രക്ചർ വരയ്ക്കുന്ന മെത്തേഡ് പഠിക്കാൻ നോക്കുക. ടോട്ടൽ കാർബൺ ആറ്റം എത്രയാണ്? 6. 6 കാർബൺ ആറ്റം, 1 2 3 4 5 6 കാർബൺ ആറ്റം കറക്റ്റ് ആയിട്ട് ഓർഡറിൽ എഴുതാൻ നോക്കുക. നമ്പർ കൊടുക്കാൻ നോക്കുക. നമ്പർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാർബൺ ആറ്റം, ഇത് സെക്കൻഡ് കാർബൺ ആറ്റം, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, അങ്ങനെ 6 കാർബൺ ആറ്റം ഉണ്ട്. ഇതില് ഓർഡർ ഓർത്ത് വെക്കേണ്ടതില് ഇതില് ഏത് പൊസിഷനാണ് എപ്പോഴും ചേഞ്ച് വരിക? തേർഡ്. ഏത് പൊസിഷൻ ആയിരിക്കും? തേർഡ്. ഓർത്ത് വെക്കുക. സെക്കൻഡ് പൊസിഷനിൽ ഡബിൾ ബോണ്ടോ വരും, കീറ്റോൺ. ആൽഡിഹൈഡ് വരുന്ന ഏതിനായിരുന്നു? ഫ്രക്ടോസ്. അതിന് കീറ്റോണും, ആൽഡിഹൈഡ് വരുന്നത് ഗ്ലൂക്കോസിനും അല്ലെ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഗ്ലൂക്കോസ് ആണ്. അപ്പൊ ഗ്ലൂക്കോസിനാണ് നമ്മൾ ആൽഡിഹൈഡ് കൊടുത്തത്. ഇതിനെന്തായിരിക്കും? കീറ്റോൺ കേട്ടോ. ഓർത്ത് നോക്കുക, കീറ്റോൺ ആണ് കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഇവിടെ നോക്കുക, ഇവിടെ CH2OH കേട്ടോ. എഴുതുന്ന രീതി ഒന്ന് നോക്കുക. പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കാൻ നോക്കുക കേട്ടോ. ഏറ്റവും ടോപ്പിലും താഴെയും CH2OH, സെക്കൻഡ് പൊസിഷനിൽ C ഡബിൾ ബോണ്ടോ ഓർത്ത് നോക്കുക. എഴുതുന്നത് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ഓർഡർ കിട്ടാൻ വേണ്ടി, കാണാതോ പഠിക്കാതിരിക്കാൻ വേണ്ടി. ഇനി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തേർഡ് പൊസിഷനിൽ മാത്രം ചേഞ്ച് ചെയ്യും. ദേ നോക്കിയേ, തേർഡിൽ HOH ഇപ്പുറത്തേക്കാക്കി. ഇനി എല്ലാനും ഇവിടെ OH ഓർത്ത് നോക്കുക. ഈ പൊസിഷനിൽ OH, H അതിന് ഓപ്പോസിറ്റ് ആക്കി കൊടുക്കുക. ഓർത്ത് നോക്കുക. അതെ, ഇതാണ് ഓപ്പൺ സ്ട്രക്ചർ. വേഗം വരക്കുക കേട്ടോ. ഇതാണ് ഓപ്പൺ സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ്. ഓപ്പൺ സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ്. ഓപ്പൺ സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ്. ഇത് മാറാൻ പാടില്ല. തിരിച്ചു വരക്കാന്ന് പറഞ്ഞാൽ ഈ OH ഇപ്പുറത്താക്കിയ പറ്റില്ല. ഇങ്ങനെ തന്നെ വരക്കണം കേട്ടോ. നേരെ ഇങ്ങനെ വരക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ചെയ്യരുത് കേട്ടോ. ഓക്കെ, ഇങ്ങനെ തന്നെ വരക്കണം കേട്ടോ, പർട്ടിക്കുലറായിട്ട്. കാരണം ഇത് 3D ആണ് ആക്ച്വലി. ഇപ്പോൾ അങ്ങനെ വരക്കുന്ന സമയത്ത് ഒരു ടീച്ചറിന് ചിലപ്പോൾ ഇത് അപ്പുറത്തോട്ട് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? മാർക്ക് പോകും, നിങ്ങളുടെ മാർക്ക് പോകും. കണ്ട് പരിചയിച്ച അവരെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് അവരതിനൊന്നും നോക്കില്ല. ഇപ്പൊ നിങ്ങൾ ആൻസറിൽ റൈറ്റ് ആയിട്ട് വേറൊരു രീതിയിൽ വരച്ചു എന്ന് വരുതാ, പക്ഷെ അവര് ആ നോക്കുന്ന ആള് എന്താണ് ഒരു 30 സെക്കൻഡ് ഒക്കെ ജസ്റ്റ് നോക്കുന്നു, അപ്പൊ തന്നെ മാർക്ക് പോകുന്നു. ആ രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ബോർഡ് എക്സാം ആണ്. ബോർഡ് എക്സാമിന് നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ നല്ല പ്രഷർ ഉണ്ടാവും. ആ ദിവസം ഇത്ര ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി തീർക്കണം, അത് കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലേ, ആ സമയത്ത് നോക്കുമ്പോഴാണ് ഇത് എന്തെങ്കിലും പറ്റിയത് മനസ്സിലായി എന്നൊക്കെ കരുതും. അപ്പോൾ നമ്മൾ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടും ഏറ്റവും രസമായിട്ടും കൺവേ ചെയ്യാൻ നോക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. നെക്സ്റ്റ് അടുത്തത് അല്ലെ, സൈക്ലിക് സ്ട്രക്ചർ ആണ്. സൈക്ലിക് സ്ട്രക്ചറിന്റെ പേരാണ് എഴുതുന്നത്. എന്താണ്? ആൽഫ ഡി മൈനസ് ഫ്രക്ടോഫ്യൂറാനോസ് കേട്ടോ. ഓർത്ത് നോക്കാം. ഓക്കെ, അപ്പൊ ആൽഫ ഡി ഫ്രക്ടോഫ്യൂറാനോസ്. ഇതിന്റെ ഇടയിൽ ഒരു മൈനസ് ഉണ്ട് കേട്ടോ. ആൽഫ ഡി, ഇത് കഴിഞ്ഞിട്ടൊരു മൈനസ് ആയി. ഓർത്ത് നോക്കാം. ആൽഫ ഡി മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ലീവോ റൊട്ടേറ്ററി കേട്ടോ. LEAVO. ലീവോ എന്ന് പറഞ്ഞാൽ എന്താ? ലെഫ്റ്റിലേക്ക് അല്ലെ. ഒരു പ്ലെയിൻ പോളറൈസ് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്താൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീവോ റൊട്ടേറ്ററി കേട്ടോ. ഓർത്ത് നോക്കുക, ലീവോ റൊട്ടേറ്ററി. അപ്പൊ ആൽഫ ഡി മൈനസ് ഫ്രക്ടോഫ്യൂറാനോസ്. അപ്പോൾ ഈ സ്ട്രക്ചർ തന്നെ ഏതാണ്? ഇത് ഓപ്പൺ സ്ട്രക്ചർ ആണ്. ഓപ്പൺ സ്ട്രക്ചറിൽ സെക്കൻഡും ഫിഫ്ത്തും തമ്മിൽ ജോയിൻ ചെയ്യും. ഏതൊക്കെ തമ്മിൽ ജോയിൻ ചെയ്യുന്നത്? സെക്കൻഡും ഫിഫ്ത്തും ജോയിൻ ചെയ്യും. അപ്പൊ ഫ്യൂറാൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ട്, ഒരു പെന്റഗൺ ഷേപ്പ് ആയിട്ട് കോമൺ ആയിട്ട് വരുന്നത്. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയതുകൊണ്ടാണ് ആ പേരില് ഫ്യൂറാനോസ് എന്ന് കൊടുത്തത് ഫ്രക്ടോസിന്റെ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ സ്ട്രക്ചർ വരുമ്പോൾ മെത്തേഡ് ശ്രദ്ധിക്കുക.
കേട്ടോ. പെന്റഗൺ ആണ് വരയ്ക്കുന്നത് കേട്ടോ. നിങ്ങളെ മെത്തേഡ് കാണാതെ പഠിക്കില്ല കേട്ടോ. ഇത് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യാൻ നോക്കണം. അല്ലാതെ നിങ്ങളിപ്പോ വെറുതെ ഇരുന്നു ആ സാറ് വരച്ചു അങ്ങനെയല്ല. നിങ്ങൾക്ക് ഇത് കാണാതെ വരക്കാൻ പറ്റുന്നുണ്ടോ കേട്ടോ. അങ്ങനെ പഠിക്കാൻ നോക്കുക. കാരണം എന്താ, സെപ്റ്റംബർ കഴിഞ്ഞ് ആകുമ്പോഴേക്കും പോർഷൻസ് ഒക്കെ കഴിഞ്ഞ് ഇനി ബോർഡിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തും അല്ലേ. ഓക്കെ. അപ്പോൾ അതെ ഇവിടെ നോക്കി, ഇവിടെ ഓക്സിജൻ ആണ്. ഇവിടെ ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ. ഇനി നെക്സ്റ്റ് നമ്മൾ വരയ്ക്കുമ്പോൾ നേരത്തെ വരച്ച പോലെ ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ എല്ലാ ജംഗ്ഷനിലും ഇങ്ങനെ വരക്കാൻ നോക്കുക കേട്ടോ. മെത്തേഡ് പഠിക്കാൻ നോക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നേരത്തെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6 ഉണ്ടോ. ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇനി ആദ്യം ഇങ്ങനെ വരച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്കറിയാം 1ലും 6ലും ആരാ വന്നേക്കുന്നത്? 1ലും 6ലും നോക്കിയേ, 1ലും 6ലും CH2OH. വേണ്ട, എളുപ്പമുള്ള പരിപാടിയാണ്. 1ലും 6ലും നിങ്ങൾ എന്ത് ചെയ്യുക? CH2OH. ഇവിടെയും CH2OH ഉണ്ടോ. 1ലും 6ലും CH2OH എന്ന് മാർക്ക് ചെയ്യാം ഫസ്റ്റ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് തേർഡില് കേട്ടോ, ഓർത്ത് നോക്കുക. അടുത്ത പൊസിഷനിൽ ചെയ്യുന്നത് തേർഡില് OH എവിടെയായിരിക്കണം? എപ്പോഴും നമ്മൾ മുകളിൽ എന്ന് പറയുമ്പോൾ അല്ലേ ഇതിന്റെ ഉള്ളിലായിട്ട് അല്ലേ, നമ്മൾ പിക്ചറായിട്ട് നോക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ മുകളിലായിരിക്കണം. അതാണ് ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം. തേർഡില് OH ഇവിടെ കൊടുക്കാം. ഇവിടെ കൊടുക്കാം. ഇത്രയും വരച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. ഇത്രയും വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നേരത്തെ ഐഡിയാസ് അനുസരിച്ചിട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് അങ്ങ് പോകാൻ പറ്റും. ഓർത്ത് വെക്കാം. പിന്നെ എന്ത് ചെയ്യാം? OH ഇവിടെ വന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? H കേട്ടോ. ഓർത്ത് നോക്കുക. OH ഇവിടെ വന്നാൽ എന്റെ ഓപ്പോസിറ്റ് H. ദെൻ ഇവിടെ ഇനി എന്തായിരിക്കും? HOH. ഓപ്പോസിറ്റ് ആക്കി വരുന്ന രീതിയിൽ ഇവിടെ ഒരു H ഉണ്ട്, ഇവിടെ ഒരു OH ഉണ്ട്. ഓർത്ത് നോക്കുക. ഏതാ മനസ്സിലായില്ല? സെക്കൻഡില് ഈ ഡബിൾ ബോണ്ട് O ആണ് കോമൺ ആയിട്ട് ഈ O ആയത് കണ്ടോ. ഈ സെക്കൻഡിലും ഫിഫ്തിലും തമ്മിൽ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. O ഉണ്ടോ? അമ്മനെ ചോദിച്ചു. ഫിഫ്തിലും സെക്കൻഡില് OH ഉണ്ടോ നോക്കിയേ. O ഉള്ളു ഉണ്ടോ. ഓർത്ത് നോക്കാം. പക്ഷെ ഫിഫ്തില് എന്തുണ്ട്? ഉണ്ട്. അതാണ് ഇപ്പുറത്തേക്ക് മാറിയേക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അതാണ് ആ കോമൺ ആയിട്ട് അങ്ങനെ തന്നെ കേട്ടോ. സൈക്ലിക് സ്ട്രക്ചറിന്റെ പേരാണ് കേട്ടോ ആൽഫ ഡി മൈനസ് ഫ്രക്ടോഫ്യൂറാനോസ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഫിഗറേഷൻ, റിലേറ്റീവ് കോൺഫിഗറേഷൻ. അതൊരു വരക്കണ സമയത്ത് OHന്റെ ഒക്കെ പൊസിഷൻ അനുസരിച്ച് വരുന്ന കോൺഫിഗറേഷൻ ആണ് ഡിയും എല്ലും. ഈ മൈനസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലീവോ. പ്ലസ് എന്ന് പറഞ്ഞാൽ ഡെക്സ്ട്രോ. ഓർത്ത് നോക്കാം. പ്ലസ് എന്ന് പറഞ്ഞാൽ ഡെക്സ്ട്രോ. ഇങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. അഞ്ചാമത്തേലുള്ള OH ഇവിടേക്ക് മാറിയിട്ടുണ്ട് കണ്ടോ. ഓർത്ത് നോക്കാം. സെക്കൻഡ് മാറി നമ്മളെ ജോയിൻ ചെയ്തേക്കുന്നത് കണ്ടോ. ഇതും തമ്മിൽ ജോയിൻ ചെയ്തു, സെക്കൻഡ് സിക്സ്തും. അപ്പൊ ഇതേ നോക്കിയേ, ഈ ഇവിടെ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും കണ്ടോ. ഓർത്ത് നോക്കാം. ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോ ഓർത്ത് വെക്കുക, അതിലേക്ക് ഒരു H വന്നാൽ അത് OH ആയിട്ട് ഇവിടെ വന്നു കണ്ടോ. ഓർത്ത് വെക്കുക. അപ്പൊ ഈ O എവിടെ നിന്ന് വന്നു? ഈ Oയും ഈ Cയും കോമൺ ആയിട്ട് പാറ്റേൺ ആയിട്ട് എടുക്കും. മനസ്സിലായോ? ഓർത്ത് വെക്കാം. ഈ Cയും Oയും കോമൺ ആയിട്ട് പാറ്റേൺ ആയിട്ട് എടുത്ത് വെക്കാം കേട്ടോ. ഓർത്ത് വെക്കാം. മോനെ അത് അറിയേണ്ട ആവശ്യമില്ല ഒന്ന്, കാരണം ഈ പിക്ചർ വെച്ചിട്ടാണ് വരുന്നത്. ഇപ്പൊ നമുക്കത് മനസ്സിലായി എന്ന് കരുതാം, പക്ഷെ വേറെ യാതൊരു ഉപകാരവും ഇല്ല. ഇനി ഇതേ നോക്കിക്കോ, ഈ Oയുടെ അടുത്ത് H വന്നു. ഓർത്ത് വെക്കാം. അപ്പൊ എന്തായി? OH ആയിട്ട് മാറി. ആ OH ആണ് ഇവിടെ വന്നേക്കുന്നത്. ഈ CH2OH എവിടെ നിന്ന് വന്നു? ഏതിന്റെ അടിയിൽ നിന്ന്? കറക്റ്റ് ആയിട്ട് പറ. ഈ ഫസ്റ്റിന്റെ CH2OH. അപ്പൊ അത് ഓക്കെ ആണോ? ഓർത്ത് നോക്കാം. ഇനി ഇവിടെ ഒരു OH ഇല്ലേ? ഓർത്ത് നോക്കാം. ഈ Oയും ഇതും തമ്മിൽ എന്ത് ചെയ്തു? ഇങ്ങനൊരു ബോണ്ട് ഉണ്ടായി. അതാണ് ഈ കാണുന്നത്. ഓക്കെ ആണോ? ഓർത്ത് നോക്കാം. ഇനി ഈ കാർബണിന് ഒരു H ഉണ്ട്. ആ H ഓക്കെ ആണോ? ഇനി ഈ CH2OH ഓക്കെ ആണോ? ഉണ്ടാവും കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങൾ ഏകദേശം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ആ ഒരു ഐഡിയ ഒക്കെ ഓർത്ത് വെച്ച് പഠിക്കാൻ നോക്കും. അങ്ങനെ പഠിക്കുമ്പോഴാണ് എറർ വരുന്നത്. മിക്കതും OH എവിടെ കൊണ്ടുവന്നിടും കേട്ടോ. പണ്ട് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ വെച്ച് പഠിപ്പിക്കും.
അപ്പൊ എല്ലാ കുട്ടികളും ആ മൂവ്മെന്റ് ശ്രദ്ധിക്കും. മൂവ് ചെയ്യുന്ന എന്ത് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, വാച്ച് ചെയ്യും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ എററാക്കി തരും. മനസ്സിലായി? പുറത്തു പോകാം. അതുകൊണ്ട് പഠിക്കുമ്പോൾ സ്റ്റില്ലായിട്ട് പഠിക്കണം. മനസ്സിലായി? സ്റ്റില്ലായിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത് ആദ്യമേ തന്നെ വരച്ചേക്കുന്നത്. ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഇത് വരക്കരുത്. ഇതൊരു പിക്ചറായിട്ട് തന്നെ പഠിക്കുക. ഇതിൽ കൊണ്ടുവരേണ്ട ആദ്യത്തെ കാര്യം എന്താ, ഓയിച്ച് ഉള്ളിലുണ്ട്, കണ്ടോ? ഓർത്ത് നോക്കാം. ഇനി ബാക്കിയുള്ളത് എന്താ, ഓപ്പോസിറ്റ് ആക്കി എച്ച് കൊണ്ടുവരാം, കണ്ടോ? ഓപ്പോസിറ്റ് ആക്കിയിട്ട് എച്ച് കൊണ്ടുവരാം. അപ്പൊ നമ്മളത് തെറ്റിക്കില്ല, കണ്ടോ? ഈ ഓയിച്ച് മുകളിലാണ് വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ട് താഴെ എച്ച് വരും, കേട്ടോ? ഓർത്ത് നോക്കാം. ഇനി ഇത് പഠിച്ചു കഴിയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുടെ മറ്റേ ഒരു കൊച്ചിന്റെ പേര് അവര് ആരോ ഡൗട്ട് ചോദിച്ചു. ഒരാൾ ചോദിച്ചതാണ് സൂക്രോസിന്റെ സ്ട്രക്ചർ പോയി നോക്കുക. സൂക്രോസ്, ആ സൂക്രോസ് ഇതിന് ഇപ്പുറത്തേക്ക് മറച്ചിടും. 3D ഇങ്ങനെ മറയും, ഫ്ലിപ്പ് ആവുമ്പോൾ ഈ ഓയിച്ചിന്റെ പൊസിഷനൊക്കെ മാറുന്ന പോലെ ഫീൽ ചെയ്യും, കേട്ടോ? ഓർത്ത് നോക്കുക ആ പിക്ചർ. അങ്ങനെ രണ്ടെണ്ണം കൂടി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതെല്ലാനും കൂടി എന്ത് ചെയ്യും, മിക്സ് ആയിക്കോളും. അങ്ങനെ മിക്സ് ആയി പിന്നെ എറർ വരും. എറർ വന്നാൽ പിന്നെ ഒരിക്കലും തെറ്റ് ശരിയാവില്ല. ഫ്ലിപ്പാക്കാണ് അവര് അടുത്ത പിക്ചറിൽ എന്താ കൊടുക്കണത്, ഇതിപ്പോ ഇങ്ങനെയല്ല ഇരിക്കണേ, ഇങ്ങനെ 3D ഇപ്പുറത്തേക്ക് മറയ്ക്കും. 3D മറച്ചാൽ എങ്ങനെ ഇരിക്കും അത്? 3D തന്നെ ആലോചിക്കണം, അല്ല വേറെ രക്ഷയില്ല. ഈ നാലാമത്തെ പൊസിഷൻ ഇല്ലേ, ഈ നാലാമത്തെ പൊസിഷനിലാണ് ഓയിച്ച് ഉള്ളിൽ കിടക്കുക. ഇപ്പുറത്തേക്ക് മറച്ചിടുമ്പോൾ അത് 3D ആക്ച്വലി വരും. ഇത് തലകുത്തിയല്ല നിൽക്കണവര്, കാരണം ഉള്ളിൽ ഇങ്ങനെ മറയുമ്പോൾ ഇങ്ങനെ മറയും. അത് മനസ്സിലായ ഒരു ഹെക്സഗൺ രീതിയിൽ. അപ്പൊ അങ്ങനെ ആലോചിക്കണ്ട, കേട്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ അങ്ങനെ ആലോചിച്ച് പറഞ്ഞ് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഹാപ്പി ആവും, മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് വെച്ച് ട്രൈ ചെയ്യുമ്പോൾ 100% എറർ വരും, കേട്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ പഠിക്കുന്നത് ആക്യുറേറ്റ് ആയിട്ട് കൊണ്ടുവരിക, റിലേറ്റീവ് പൊസിഷൻ വെച്ച് പഠിക്കുക, കേട്ടോ? ഓർത്ത് നോക്കാം. ജോയിൻ ചെയ്യുന്ന പൊസിഷൻ ഇങ്ങനെയാ വരിക, കേട്ടോ? ഓക്കെ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ഹെഡിങ്ങിലേക്ക് പോകും, കേട്ടോ? അടുത്ത ഹെഡിങ് എന്തായിരിക്കും? സൈക്ലിസ്റ്റിൽ എന്ത് വരും അടുത്തതോ? ആൽഫ ഡി ഫ്രക്ടോസ് കഴിഞ്ഞ പിന്നെ എന്തായിരിക്കും? കേട്ടോ? ഓർത്ത് നോക്കാം. ഇനി അടുത്തത് ബീറ്റ ഡി മൈനസ് ഫ്രക്ടോഫ്യൂറാനസ്, കേട്ടോ? രണ്ട് മൈനസ്. ബീറ്റ ഡി നേരത്തെ ഗ്ലൂക്കോസിലും കണ്ടോ, രണ്ടും എന്തായിരുന്നു? പ്ലസ് ആയിരുന്നു, കേട്ടോ? ഫ്രക്ടോസിൽ രണ്ടും എന്തായിരുന്നു? മൈനസ് ആയിരുന്നു, കണ്ടോ? ഓർത്ത് നോക്കാം. അപ്പോ ബീറ്റ ഡി മൈനസ് ഫ്രക്ടോഫ്യൂറാനോസ്, കേട്ടോ? ഓർത്ത് നോക്കാം. ബീറ്റ ഡി മൈനസ് ഫ്രക്ടോഫ്യൂറാനോസ്, ബീറ്റ ഡി മൈനസ് ഫ്രക്ടോഫ്യൂറാനോസ്. ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് പൊസിഷനിൽ ഒന്ന് ഫ്ലിപ്പ് ആവാന്ന് പറഞ്ഞാൽ എന്താ, മുകളിലേക്ക് അങ്ങ് വരും, കേട്ടോ? ഓർത്ത് നോക്കാം. വേറെ ചേഞ്ചസ് ഒന്നുമില്ല, വേഗം വരച്ചു, കേട്ടോ? കേട്ടോ? വേഗം വരച്ചു, കേട്ടോ? അപ്പൊ ആ സെക്കൻഡ് കാർബണാറ്റത്തിന് എന്ത് വിളിക്കും? എന്ത് കാർബണാറ്റം എന്നാ വിളിക്കുക? അതിന്റെ പേര്, സെക്കൻഡ് കാർബണാറ്റത്തിന്റെ പേരെന്തായിരുന്നു ഒന്ന് പറഞ്ഞേ? അങ്ങനെ ഫ്ലിപ്പ് ആവണ കാർബണാറ്റത്തിന്റെ പേര് നോക്കിയിട്ട് പറഞ്ഞാൽ മതി, കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ട്. സെക്കൻഡ് കാർബണാറ്റത്തിന്റെ പേര് എന്തായിരുന്നു? അനോമർ, കേട്ടോ? ഓർത്ത് നോക്കാം. അനോമർ എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇതുപോലെ ആൽഫ ബീറ്റ ആവുന്ന കാർബണാറ്റം, അല്ലെ? ആ ഫ്ലിപ്പ് ആവുന്ന കാർബണാറ്റം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനോമറിക് കാർബണാറ്റം, കേട്ടോ? ഓർത്ത് നോക്കാം. അനോമറിക് കാർബണാറ്റം സെക്കൻഡ്, കേട്ടോ? ഓർത്ത് നോക്കാം. സെക്കൻഡ് കാർബണാറ്റം ഇത് വരച്ചതിന് ശേഷം നിങ്ങൾ എഴുതണം, കേട്ടോ? അനോമറിക് കാർബൺ, സെക്കൻഡ് കാർബൺ. അനോമറിക് കാർബൺ ആണ് സെക്കൻഡ് കാർബൺ വരുന്നത്. അനോമറിക് കാർബൺ സെക്കൻഡ് കാർബണാറ്റം, അനോമറിക് കാർബണാറ്റം സെക്കൻഡ് കാർബണാറ്റം. നെക്സ്റ്റ് ഹെഡിങ്, കേട്ടോ? ഡൈസാക്രൈഡ്. നെക്സ്റ്റ് ഹെഡിങ് ഡൈസാക്രൈഡ്. ഇത് വരച്ചു കഴിഞ്ഞിട്ട് മതി, കേട്ടോ? എന്താ പറ്റും മോനെ? ഇല്ല, അത് കഴിഞ്ഞു. ഫ്രക്ടോസിലൂടെ എന്ത് കഴിഞ്ഞു? മോണോസാക്രൈഡ്സ് കഴിഞ്ഞു. അതിൽ സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. ഏതാ? ഇല്ല, റൈബോസോമിന്റെ ഇല്ല നമുക്ക്, കേട്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ മോണോസാക്രൈഡ് കഴിഞ്ഞു. ഇനി ഒലിഗോസാക്രൈഡിന്റെ അണ്ടറിലാണ് എന്ത് വരുന്നത്? ഡൈസാക്രൈഡ്. ഡൈസാക്രൈഡ് 3 എണ്ണം ഉണ്ട്. അതുപോലെ പോളിസാക്രൈഡും 3 ഉണ്ട്. അങ്ങനെ ടോട്ടൽ ചെറിയ 3 ഹെഡിങ്സ് ആണ്, കേട്ടോ? ഓർത്ത് നോക്കാം. ഇനി വരുന്നത് ഡൈസാക്രൈഡ്. ഡൈസാക്രൈഡ്
ഡൈസാക്രൈഡ് കേട്ടോ. ഡൈസാക്രൈഡില് ഫസ്റ്റ് സബ് ഹെഡിങ്, ഡൈസാക്രൈഡ്സിലെ ഫസ്റ്റ് സബ് ഹെഡിങ് എഴുതി വെക്കുക സൂക്രോസ്. സൂക്രോസ് ഫസ്റ്റ് സബ് ഹെഡിങ് സൂക്രോസ്. നമ്മൾ ഡൈസാക്രൈഡിന്റെ അല്ലെങ്കിൽ ഒലിഗോസാക്രൈഡിന്റെ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട് അല്ലെ, ഓർത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ സൂക്രോസ്. സൂക്രോസിന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ ആദ്യം എഴുതുന്നത്. സൂക്രോസ് എങ്ങനെയാണ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. ആൽഫ ഡി ഗ്ലൂക്കോസ്, ആൽഫ ഡി ഗ്ലൂക്കോസ് and beta D fructose, alpha D glucose and beta D fructose, alpha D glucose and beta D fructose linked through a glycosidic linkage, linked through a glycosidic linkage to form, linked through a glycosidic linkage to form sucrose. Alpha D glucose and beta D fructose. അത് കാണിച്ചു തരാം കേട്ടോ, ഓർത്ത് നോക്കുക. ഒരു ഓ തമ്മിലുള്ള ലിങ്കേജ് ആണ് ആക്ച്വലി വരുന്നത്, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ടു ഫോം സൂക്രോസ്. Linked through a glycosidic linkage, GLYCOSIDIC, glycosidic linkage to form sucrose. To form sucrose. Second point എഴുതി വെക്കുക. Second point ഓർത്ത് വെക്കുക. Glycosidic linkage between C1 and C2 monosaccharide. Glycosidic linkage between C1 first carbon atom and C2 carbon atom of monosaccharides. C1 and C2. Glycosidic linkage between ഏതൊക്കെ തമ്മിലാണ്? C1 and C2. C1 and C2. C1 and C2. Glycosidic linkage between C1 and C2 carbon atom of monosaccharide. Monosaccharides. Third ഒരു പോയിന്റ് ആണ് ഇൻവേർട്ട് ഷുഗർ. തേർഡ് ഇതിന്റെ അണ്ടറിൽ തന്നെ കേട്ടോ. സൂക്രോസിനെ വിളിക്കുന്ന ഒരു പേരാണ് ഇൻവേർട്ട് ഷുഗർ കേട്ടോ. INVERT, ഇൻവേർട്ട് ഷുഗർ. ഇൻവേർട്ട് ഷുഗർ ഹൈഫൺ എഴുതി വെക്കുക കേട്ടോ എന്താന്നുള്ളത്. ഹൈഡ്രോലിസിസ് ഓഫ് സൂക്രോസ്, ഹൈഡ്രോലിസിസ് ഓഫ് സൂക്രോസ്. എഗ്നാഷ് കാണാൻ പറ്റുന്നുണ്ടോ? പെട്ടെന്ന് കട്ടായി പോയിട്ട് പിന്നെ വന്നിട്ടുണ്ടായില്ല. കുഴപ്പമുണ്ടോ? എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ? ഇപ്പൊ ഓക്കെ ആയോ? കേട്ടോ, ഓർത്ത് വെക്കാം. നമ്മൾ അത് കഴിഞ്ഞിട്ട് സൂക്രോസിന്റെ പോയിന്റ് ആണ് എഴുതുന്നത് കേട്ടോ, ഇൻവേർട്ട് ഷുഗർ എന്നുള്ളത്. ഹൈഡ്രോലിസിസ് ഓഫ് സൂക്രോസ്, ഹൈഡ്രോലിസിസ് ഓഫ് സൂക്രോസ് ബ്രിങ് അബൌട്ട് എ, ഹൈഡ്രോലിസിസ് ഓഫ് സൂക്രോസ് ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ ദ സൈൻ ഓഫ് റൊട്ടേഷൻ, ചേഞ്ച് ഇൻ ദ സൈൻ ഓഫ് rotation from dextro to levo, from dextro to levo, from dextro to levo, and the product is named as invert sugar, and product is known as, is named as invert sugar, and product is named as invert sugar. Then fourth point, it is a non-reducing sugar. It is a non-reducing sugar. Fourth point, it is a non-reducing sugar. It is a non-reducing sugar. കേട്ടോ, ഇത്രയാണ്
ഇതില് കൺസെപ്റ്റിലൊക്കെ പറഞ്ഞു പോകുന്നത്. ഇനി ഒന്നുകൂടി തുടങ്ങാം. ഈ സൂക്രോസ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഓർത്ത് വെക്കണം? സൂക്രോസ് എവിടെയെന്നാ കണ്ടേക്കുന്നത്? പപ്പായ കണ്ടല്ലേ, കേട്ടല്ലേ? പപ്പായയിൽ സൂക്രോസ് ഉണ്ട്. കെയിൻ ഷുഗറിൽ അല്ലെ, ഓർത്ത് വെക്കുക. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ എന്തുണ്ട്? സൂക്രോസ് ഉണ്ട്. അപ്പൊ ഈ സൂക്രോസ് എന്ന് പറയുമ്പോൾ ജോയിൻ ചെയ്യുന്ന എന്തൊക്കെയായിട്ടായിരുന്നു? ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ്. അതിൽ ഏതൊക്കെ ഗ്ലൂക്കോസാ? ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോസ്. അവർ തമ്മിൽ ലിങ്ക് ത്രൂ എ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ പിക്ചർ ഉണ്ട്. ആ പിക്ചർ എനിക്ക് ഇവിടെ എടുത്ത് വരക്കാം. ഞാൻ വരക്കില്ല, ഓർത്തോക്ക് വേണ്ട കേട്ടോ. നിങ്ങൾ ഓൾറെഡി പഠിക്കുന്ന മെത്തേഡ് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ ഇത്രയും ഫോർമാറ്റ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ദെൻ എക്സാമിന് ഇൻ കേസ് സ്ട്രക്ചർ ചോദിച്ചാൽ നിങ്ങൾ ഓൾറെഡി എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ആൽഫ ഡിയും ബീറ്റ ഡി ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആ 4 അത് വെച്ച് വരക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ആക്ച്വലി വരുന്നത്. ഇനി നേരത്തെ ചോദിച്ചു ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്താന്ന് പറയാൻ പറഞ്ഞു. ഇവിടെ നോക്കിയേ, C1 ആൻഡ് C2 അല്ലെ, ഓർത്ത് നോക്കുക. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? C1 ആൻഡ് C2. നിങ്ങൾ നോക്കി അറിയാം, ഗ്ലൂക്കോസിന്റെ C1ൽ എന്തുണ്ട്? OH ഉണ്ട്. C1ൽ OH ഉണ്ട്. ഇതിന്റെ C2ൽ എന്തുണ്ട്? OH ഉണ്ട്. അപ്പൊ എത്ര OH ഉണ്ടാവും? 2 കാർബൺ ആണ് വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ വരയ്ക്കും. എന്നിട്ട് ഇവിടെ 2 OH ഉണ്ടെന്ന് കരുതാം. ഇതിൽ OH ഉണ്ട്, ഇതിലും OH ഉണ്ട്. ഇത് മുകളിലോ താഴെ എങ്ങനെ വേണമെങ്കിൽ വരക്കണോണ്ട് കുഴപ്പമില്ല. ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോസ. അപ്പൊ ഞാൻ അതേ വരക്കുമ്പോൾ ഇങ്ങനെ വരച്ചു എന്ന് കരുതാം. ഈ 2 OH, ഇതിന്റെയും പിക്ചർ വരക്കും, ഇതിന്റെയും പിക്ചർ വരക്കും. രണ്ടിലും ഇത് C1ഉം ഇത് C2. രണ്ടിലും OH ഉണ്ടാവും. ഈ OH നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, H2O റിമൂവ് ചെയ്യണം. എങ്ങനെ റിമൂവ് ചെയ്യും? H2O, ഇവിടെ നിന്ന് ഒരു OHഉം ഇവിടെ നിന്ന് ഒരു Hഉം. ഇനി വേണ്ട, ഇവിടെ നിന്ന് ഒരു OHഉം ഇവിടെ നിന്ന് Hഉം, എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. അപ്പൊ അതേ നോക്കിയേ, ഇവിടെ നിന്ന് ഒരു OH പോയി, ഇവിടെ നിന്ന് ഒരു Hഉം പോയി, ബാക്കി എന്തുണ്ട്? O അല്ലെ. ആ ഓയിനെ ഞാൻ കോമൺ ആയിട്ട് ഇതിങ്ങനെ എഴുതും കേട്ടോ, ഓർത്ത് നോക്കുക. കോമൺ ആയിട്ട് ഇതിങ്ങനെ എഴുതും. ഇതാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ആ ലിങ്കേജ് ബിറ്റ്വീൻ എന്തായിരിക്കും വരുന്നത്? അല്ലെ, ടു മോണോസാക്കറൈഡ് വിത്ത് O കണ്ടോ, ഓർത്ത് നോക്കാം. വിത്ത് O, അതാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആയിട്ട് വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ C1ഉം C2ഉം തമ്മിൽ എങ്ങനെയായിരിക്കും ലിങ്കേജ് വരുന്നത്? O കേട്ടോ, ഓർത്ത് നോക്കാം. എന്തുകൊണ്ടാ? വാട്ടർ റിമൂവ് ചെയ്യാം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ നമ്മൾ പഠിച്ചു എങ്ങനെ തുടങ്ങിയത്? ആൽഫ ഡി ഗ്ലൂക്കോസ്, അത് നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ, ആ സ്ട്രക്ചർ വരക്കുക. പിന്നെന്താ? ബീറ്റ ഡി ഗ്ലൂക്കോസ്. എന്നിട്ട് അതിന്റെ 1ഉം 2നും എന്ത് ചെയ്യാ? H2O എന്ന് പറഞ്ഞാൽ OHനെ മാത്രം. ഇതൊക്കെ ഉണ്ടാവും, ഇതൊക്കെ അനക്കരുത്, അതുപോലെ തന്നെ വരച്ചേക്കണം. അവിടെ രണ്ടിലും നിങ്ങൾ ഈ പറയുന്ന എല്ലാ സ്ഥലത്തും ഉണ്ടാവും OH ഉണ്ടാവും. OHന്ന് OH പതുക്കെ എന്ത് ചെയ്യുക? മായ്ക്കുക. എന്നിട്ട് എന്ത് ഇട്ട് ജോയിൻ ചെയ്യുക? O ഇട്ട് ജോയിൻ ചെയ്യുക. അത്രേ ഉള്ളൂ. അതാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. OHൽ നിന്ന് H2O മാറ്റി കഴിഞ്ഞാൽ, 2 OHൽ നിന്ന് H2O മാറ്റി കഴിഞ്ഞാൽ O ഇട്ട് ജോയിൻ ചെയ്യുക. ദാറ്റ് ഈസ് ദ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഇനി അടുത്തത് എന്താണ്? അതിനു മുമ്പുണ്ടായി ഇൻവേർട്ട് ഷുഗർ. ഇൻവേർട്ട് ഷുഗർ എന്ന് പറയുമ്പോൾ ഓർത്തു വെക്കാം, നമുക്കറിയാം ആൽഫ ഡി ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിൽ അവിടെ ആദ്യമേ എഴുതി വെച്ചേക്കുന്നത് എന്താ? ഡെക്സ്ട്രോ റൊട്ടേറ്ററി. ഗ്ലൂക്കോസിൽ എന്തായിരുന്നു സൈൻ? പോസിറ്റീവ്. ഫ്രക്ടോസ് എന്തായിരുന്നു? ബദിലായിട്ട് കൂടി ചേർത്ത് എന്ത് വരും? ശരിക്കും ന്യൂട്രൽ അല്ലേ വരണ്ടേ? പക്ഷെ അല്ല, അത് ഡെക്സ്ട്രോ ആയിട്ടാ വരുന്നത്. അപ്പൊ ആരായിരിക്കും ഡൊമിനന്റ്? അല്ലെ, പോസിറ്റീവ് ആണ്. പക്ഷെ വെള്ളത്തിലിടുമ്പോൾ കഥ മാറും. വെള്ളത്തിലിടുമ്പോൾ എന്ത് ചെയ്യും? ഫ്രക്ടോസ് ഡൊമിനേറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഡെക്സ്ട്രോ മാറി എന്താവും? ലീവോ. അപ്പൊ അതാണ് ഇൻവേർട്ട് അല്ലെ. അപ്പൊ വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ സൂക്രോസിന്റെ സ്വഭാവം മാറി അത് തിരിച്ച് ലീവോയിലേക്ക് മാറും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻവേർട്ട് ഷുഗർ. അപ്പൊ ഹൈഡ്രോലിസിസ് ഓഫ് സൂക്രോസ് എന്താണ്? എന്ത് പറ്റും അല്ലെ? ബ്രിങ് ദ റൊട്ടേഷൻ ചേഞ്ച് ഫ്രം എന്തായിരുന്നു? ഡെക്സ്ട്രോ ടു ലീവോ അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻവേർട്ട്. ദെൻ ഫോർത്ത് പോയിന്റ് എന്തായിരുന്നു? നോൺ റെഡ്യൂസിങ് ഷുഗർ. ആദ്യം പറഞ്ഞു അല്ലെ, ടോളറൻസ് റിയേജന്റ്. അതിനൊക്കെ അല്ലെ റിയാക്ട് ചെയ്താൽ അതിനെന്ത് വിളിച്ചു? റെഡ്യൂസിങ് ഷുഗർ. ഇറ്റ് ഈസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ. മൾട്ടിപ്പിൾ ചോയ്സിൽ വരാറുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കാം. ഈ നോൺ റെഡ്യൂസിങ് ഷുഗറും റെഡ്യൂസിങ്. ഇനി വരുന്ന ബാക്കി 2 റെഡ്യൂസിങ് ആണ്. സൂക്രോസ് മാത്രമാണ് എന്ത്? നോൺ റെഡ്യൂസിങ് ഷുഗർ. അത് നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് ഈ ചാപ്റ്റർ ശ്രദ്ധിക്കുക. അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയി തെറ്റുന്നതാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. കുഞ്ഞു കാര്യം. ആൽഫ ഡി ഗ്ലൂക്കോസ് പ്ലസ് ആണോ മൈനസ് ആണോ? അത് തീർന്നാൽ അവിടെ തീർന്നു. മനസ്സിലായി? ഇത് മൈനസിന് വരെ പ്ലസ് ഇട്ട് കഴിഞ്ഞ് എഴുതിയൊക്കെ വെട്ടി. അപ്പൊ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു വെക്കുക. ഒരെണ്ണം പഠിച്ചിട്ട് മറ്റേത് ഉൾട്ടയായിട്ടൊക്കെ കമ്പയർ ചെയ്ത് പഠിക്കാൻ നോക്കുക. അടുത്ത ഹെഡിങ് എഴുതി വെക്കുക, മാൾട്ടോസ്. അപ്പൊ സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. അതിലടുത്ത ഹെഡിങ് മാൾട്ടോസ്. ഇതേ ഫോർമാറ്റ് ആണ്. ഇപ്പൊ എത്ര ഹെഡിങ് പോയിന്റ് എഴുതി നിങ്ങൾ ശ്രദ്ധിച്ചേ? 4 പോയിന്റ് എഴുതി. അതില് ഇനി വരുന്ന
രണ്ടെണ്ണത്തിന് 3 പോയിന്റ്സ് ഉണ്ടാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ഈ ഇൻവേർട്ട് ഷുഗർ ആർക്ക് മാത്രമേ ഉള്ളൂ? സൂക്രോസിന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. മാൾട്ടോസ് ഹെഡിങ് എഴുതാം കേട്ടോ. മാൾട്ടോസ്. മാൾട്ടോസ്. ആൽഫ ഡി 2 alpha D glucose TWO 2 alpha D glucose 2 alpha D glucose linked through a glycosidic linkage ഒരു മിനിറ്റ് കേട്ടോ. ഓർത്ത് നോക്കാം. 2 alpha D glucose linked through a glycosidic linkage to form maltose. 2 alpha D glucose linked through a glycosidic linkage to form maltose. കേട്ടോ. ഓർത്ത് വെക്കാം. മാൾട്ടോസ് അങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ്, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ബിറ്റ്വീൻ ആരൊക്കെയായിരിക്കും? C1 and C4. ഇനി വരുന്ന എല്ലാത്തിനും എന്ത് കൊടുക്കണം? C1 and C4. മാറിപ്പോരുത് കേട്ടോ. ആദ്യത്തേന് മാത്രം C1 and C2. ഇനി വരുന്ന എല്ലാത്തിനും എന്ത് കൊടുക്കണം? C1 and C4 കേട്ടോ. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ബിറ്റ്വീൻ C1 and C4. C1 and C4 കാർബൺ ആറ്റം ഓഫ് എന്തായിരിക്കും? 2 monosaccharides. C1 and C4 കാർബൺ ആറ്റം ഓഫ് 2 monosaccharides. അല്ലെ? ആദ്യത്തേന്റെയും രണ്ടാമത്തേന്റെയും അല്ലെ? ഓർത്ത് വെക്കാം. ദെൻ തേർഡ് പോയിന്റ്, ഇറ്റ് ഈസ് എ എന്ത് ഷുഗറാ? റെഡ്യൂസിങ് ഷുഗർ. ഇറ്റ് ഈസ് എ റെഡ്യൂസിങ് ഷുഗർ. ഇറ്റ് ഈസ് എ റെഡ്യൂസിങ് ഷുഗർ. ഇറ്റ് ഈസ് എ റെഡ്യൂസിങ് ഷുഗർ. അരുന്ധതി എന്ത് പറ്റി? നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? കട്ടായി പോണ? കറണ്ട് പോയോ അവിടെ അല്ലേ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഹെഡിങ് ആണ് ലാക്ടോസ് കേട്ടോ. അടുത്ത കണ്ടിന്യൂഷൻ ആണ് ലാക്ടോസ്. ലാക്ടോസ് നമ്മൾ ഡൈസാക്ക് അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു മാൾട്ടോസ് ഹെഡിങ് എഴുതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ലാക്ടോസ് എത്തി. ലാക്ടോസ് എവിടെയായിരിക്കും ഫൗണ്ട് ചെയ്തേക്കുന്നത്? മിൽക്ക് കേട്ടോ. അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ? പോയിന്റ് ആയിട്ട് എഴുതണോ? ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ മിൽക്ക് കേട്ടോ. ഓർത്ത് വെക്കാം. ഡൈസാക്രൈഡ് ആണ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ മിൽക്ക് ആണ്. സെക്കൻഡ് പോയിന്റ് അല്ലെങ്കിൽ അടുത്തതായിട്ട് എഴുതി വെക്കാം. ബീറ്റ ഡി ഗാലക്ടോസ് ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോസ്. ബീറ്റ ഡി ഗാലക്ടോസ് ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോസ് എങ്ങനെയായിരിക്കും? ലിങ്ക് ത്രൂ എ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. എഴുതി കഴിഞ്ഞു. വെരി കേട്ടോ. ഓർത്ത് വെക്കാം. ബീറ്റ ഡി ഗാലക്ടോസ് ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോസ് ലിങ്ക് ത്രൂ എ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ടു ഫോം എന്തായിരിക്കും? ലാക്ടോസ്. ടു ഫോം ലാക്ടോസ്. ലിങ്ക് ത്രൂ എ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് കേട്ടോ. എല്ലാത്തിലും എന്ത് ലിങ്കേജാ? ഗ്ലൈക്കോസിഡിക് കേട്ടോ. ടു ഫോം ലാക്ടോസ്. ടു ഫോം ലാക്ടോസ്. ബീറ്റ ഡി ഗാലക്ടോസ്. ഇഗ്നാഷ് എന്ത് പറ്റി? വീണ്ടും പ്രശ്നമാണോ? ഓക്കെ ആയോ? ഇടക്ക് നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടല്ലേ? ഓക്കെ. ബീറ്റ ഡി ഗാലക്ടോസ് കേട്ടോ. നമ്മളിപ്പോ എഴുതിയേക്കുന്ന ലാക്ടോസ് ആണ് കേട്ടോ. ലാക്ടോസ്. അതിലെ ബീറ്റ ഡി ഗാലക്ടോസ് ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോസ് ലിങ്ക് ത്രൂ എ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ടു ഫോം ലാക്ടോസ്. ദെൻ സെക്കൻഡ് പോയിന്റ് നേരത്തെ പറഞ്ഞ എല്ലാത്തിനും ഇനി എന്തായിരിക്കും? അല്ല, സെക്കൻഡ് പോയിന്റ് ഓർത്ത് വെക്കാം. അപ്പൊ അടുത്ത് എഴുതി വെക്കുക. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ബിറ്റ്വീൻ ആർക്കായിരിക്കും? C1 and C4 കാർബൺ ആറ്റം
in monosaccharides. In monosaccharides. Monosaccharide എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഗാലക്ടോസും കേട്ടോ ഗ്ലൂക്കോസും ആണ്. അപ്പോൾ ഗാലക്ടോസിന്റെയും ഗ്ലൂക്കോസിന്റെയും C1ഉം C4ഉം നമ്മൾ ജോയിൻ ചെയ്യും കേട്ടോ. ഓക്കെ. Then third point, it is a reducing sugar. It is a reducing sugar. It is a reducing sugar. ഏതാ മോനെ ചോദിച്ചോ? ലാക്ടോസിന്റെ ആണോ? ലാക്ടോസിന്റെ ആദ്യത്തെ പോയിന്റ് ആണോ? ഫസ്റ്റ് ആണോ മോനെ? C1 ആണല്ലേ. C1 and C4. C1 and C4 carbon atom of monosaccharide. Glycosidic linkage between C1 and C4. C1 and C4 carbon atom of monosaccharide. എഴുതിയോ? ഇനി അടുത്ത പോയിന്റ്, ഇറ്റ് ഈസ് എ റെഡ്യൂസിങ് ഷുഗർ. ഇറ്റ് ഈസ് എ റെഡ്യൂസിങ് ഷുഗർ. ഇറ്റ് ഈസ് എ റെഡ്യൂസിങ് ഷുഗർ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ഇപ്പൊ എഴുതിയേക്കുന്ന ഏതൊക്കെയായിരുന്നു നിങ്ങളോട് ചോദിക്കോട്ട് പറയണം കറക്റ്റ് ഓർഡറിൽ. ഇത് എങ്ങനെ പഠിക്കണം എന്നും കൂടി ഓർത്ത് നോക്കാം. അങ്ങോട്ട് ഇങ്ങനെ മാറിപ്പോരുത്, ഒരുമിച്ച് പഠിക്കാം. ഡൈസാക്രൈഡ് അടുത്ത് ആദ്യം പേര് പറയാ. ഡൈസാക്രൈഡ് ഏതൊക്കെയായിരുന്നു ഓർഡറിൽ പറയണം? സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. കേട്ടോ ഓർത്ത് നോക്കുക. ഇത് ഫാക്ട് ഓറിയന്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ഓർഡറിൽ വൃത്തിയിൽ പഠിക്കാൻ നോക്കുക. കേട്ടോ ഓർത്ത് നോക്കുക. എന്തൊക്കെയായിരുന്നു? സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. ഇനി ആദ്യം പഠിച്ചത് എന്തായിരുന്നു? സൂക്രോസ്. എല്ലാത്തിനും ഒരേ ഫോർമാറ്റ് ആണ്. സൂക്രോസിന് മാത്രം എക്സ്ട്രാ ഒരു പോയിന്റ് എഴുതിയിട്ടുണ്ട്. ആദ്യത്തേല് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പഠിച്ചു നോക്കുക. എന്താണ്? ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോസ് ലിങ്ക് ത്രൂ എ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ആണോ ഓർത്ത് നോക്കുക. മാൾട്ടോസിൽ എന്തായിരിക്കും? 2 ആൽഫ ഡി ഗ്ലൂക്കോസ് ലിങ്ക് ത്രൂ എ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ലാക്ടോസിൽ എന്തായിരിക്കും? അല്ല, ആദ്യം ബീറ്റ ഡി ഗാലക്ടോസ് ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോസ്. കണ്ടോ? അപ്പൊ ലാക്ടോസ് എത്തുമ്പോൾ ബീറ്റ ഡി ആണ്. അപ്പൊ ഈ കണ്ടോ, ഞാൻ ആദ്യം എന്ത് ചെയ്തു? മൂന്നെണ്ണത്തിന്റെ പേര് പറഞ്ഞു. ഈ മൂന്നെണ്ണത്തിന്റെ ആദ്യത്തെ പോയിന്റ് ഒരേപോലെ പറഞ്ഞു. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തിൽ മാത്രം C1 ആൻഡ് C2, ബാക്കി വരുന്ന രണ്ടിനും C1 ആൻഡ് C4 കമ്പയർ ചെയ്താ പഠിക്കണേ. ടേബിൾ പോലെ ഇങ്ങനെ മനസ്സിൽ ഓർഡറിൽ കിട്ടണം. തേർഡ് പോയിന്റ് പറയുമ്പോൾ ഞാൻ ആ ഇൻവേർട്ട് ഷുഗർ മാറ്റി വെക്കും. എന്നിട്ട് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ആദ്യത്തത് നോൺ റെഡ്യൂസിങ് ഷുഗർ. സൂക്രോസ് എന്താ? നോൺ റെഡ്യൂസിങ് ഷുഗർ. മാൾട്ടോസും ലാക്ടോസും ഇറ്റ് ഈസ് എ റെഡ്യൂസിങ് ഷുഗർ. അങ്ങനെ നല്ല പാക്ഡ് ആയിട്ട് പഠിക്കാം. പിന്നെ ഇൻവേർട്ട് ഷുഗർ സൂക്രോസിന് മാത്രമുള്ളതാണ്. ഇൻവേർട്ട് ഷുഗർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ആക്ച്വലി സൈൻ ഓഫ് റൊട്ടേഷൻ ചേഞ്ച് അല്ലെ. ഹൈഡ്രോലിസിസ് ഓഫ് സൂക്രോസ് ബ്രിങ് അബൌട്ട് ദി സൈൻ ഓഫ് റൊട്ടേഷൻ. എന്തായിരുന്നു? ഡെക്സ്ട്രോ ടു ലീവോ. കേട്ടോ ഓക്കെ ആണോ? ക്ലിയർ ആയിട്ട് കിട്ടുമല്ലോ? ഓർത്തൊക്കെ ചോദിക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. അതേ ഇവിടെ നിന്നിട്ട് ഫുള്ള് ഒറ്റ ത്രെഡിൽ ഞാൻ പറയാൻ പോവാണ് കേട്ടോ. അതേ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുന്ന എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ആയി ഇയാൾ പറയും കേട്ടോ. ഓർത്ത് നോക്കാം. ഇവിടെയും കൈ ഉയർത്തി കണ്ടോ? ഓർത്ത് നോക്കാം. വേഗം പറയണം കേട്ടോ. ഓർത്ത് നോക്കാം. മൂന്നെണ്ണത്തിന്റെ ഓർഡറിൽ കറക്റ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞു. സൂക്രോസ്, മൂന്നെണ്ണം, ലാക്ടോസ്, അത് കഴിഞ്ഞിട്ട് സൂക്രോസ്, മാൾട്ടോസിൽ എന്തായിരുന്നു? അങ്ങനെ പറഞ്ഞാൽ മതി എനിക്ക്. ആൽഫ ഡി ഗ്ലൂക്കോസ് കേട്ടോ. ഓർത്ത് നോക്കുക. ലിങ്ക് ത്രൂ എ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ലാക്ടോസിൽ എന്തായിരുന്നു? ആദ്യം ബീറ്റ ഡി ഗാലക്ടോസ് പറഞ്ഞിരിക്കണം കേട്ടോ. കാരണം അല്ലെങ്കിൽ C1 ഉം C4 ഉം പറയുമ്പോൾ തെറ്റും. അതുകൊണ്ട് എന്ത് പറഞ്ഞേക്കണം? ആദ്യത്തെ ഓർഡർ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പോൾ ബീറ്റ ഡി ഗാലക്ടോസ് ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോസ് ലിങ്ക് ത്രൂ എ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് കേട്ടോ. ഓർത്ത് നോക്കുക. മറ്റേത് വേണ്ട എനിക്ക് പറഞ്ഞു. എനിക്കിത് ഈ ഓർഡറാ വേണ്ടേ. മാൾട്ടോസ് 2 ആൽഫ ഡി ഗ്ലൂക്കോസ്, പിന്നെ ലാക്ടോസ് ബീറ്റ ഡി ഗാലക്ടോസ് ബീറ്റ ഡി ഗ്ലൂക്കോസ്, പിന്നെ സൂക്രോസ് നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. അത് വേണ്ട, കുഴപ്പമില്ല. ഇതവിടെ പറ. ഈ ഓർഡർ പറഞ്ഞാൽ മതി. ലാക്ടോസ്, സൂക്രോസില് ഫ്രക്ടോസ്, മാൾട്ടോസ് ഗ്ലൂക്കോസ് ആണ്.
വെരി ഗുഡ്. ഇല്ല കറക്റ്റ് കറക്റ്റ് തിരിക്കും കേട്ടോ. ലാസ്റ്റ് ബീറ്റ് അർത്ഥം ഓക്കെ ഇവിടെ പറഞ്ഞു. ആ അത് കുഴപ്പമില്ല ഇവിടെ ആദ്യം എന്തായിരുന്നു മൂന്നെണ്ണത്തിന്റെ പേര് പറ. സൂക്രോസ്, ലാക്ടോസ്, ഇനി സൂക്രോസ്. ലാക്ടോസ്, sucrose, maltose, lactose. Sucrose alpha D glucose and beta D fructose. Maltose 2 alpha D glucose. Lactose beta D galactose and beta D glucose. മതി കേട്ടോ, ഓർത്ത് വെക്കാം. മറ്റേ കിട്ടിക്കോളും കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ, ഓൺലൈനിൽ ഇരിക്കുന്നവരോട് ഇടക്ക് കട്ടായി പോയതുകൊണ്ട് ചോദിക്കണില്ല കേട്ടോ, ഓർത്ത് വെക്കാം. ഏകദേശം മനസ്സിലാവണം. നിങ്ങൾ ഈ ഓർഡർ പഠിക്കണം കേട്ടോ. നിങ്ങളെ കാണിക്കാൻ കാരണം ഇത് ഓർഡർ ഉണ്ട്. നിങ്ങൾ ഓരോന്നായിട്ടല്ല പഠിക്കേണ്ടത്. ഇങ്ങനെ എത്തുമ്പോൾ സ്ട്രക്ചർ ആയിട്ട് പഠിക്കണം. അടുത്ത ഹെഡിങ് എഴുതി വെക്കുക, പോളിസാക്രൈഡ്. നെക്സ്റ്റ് ഹെഡിങ് പോളിസാക്രൈഡ്. പോളിസാക്രൈഡ് പോളിസാക്രൈഡ് അണ്ടർലൈൻ ചെയ്യാം. പോളിസാക്രൈഡിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു അല്ലെ, എന്തായിരുന്നു? ലാർജ് നമ്പർ ഓഫ് മോണോസാക്രൈഡ് ജോയിൻ ത്രൂ എ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ടു ഫോം എന്തായിരിക്കും? പോളിസാക്രൈഡ്. പോളിസാക്രൈഡിൽ നമ്മൾ 3 എക്സാമ്പിൾസ് ആണ് എഴുതാൻ പോകുന്നത്. അതാണ് ഹെഡിങ് ആയിട്ട് വരുന്നത്. സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. കേട്ടോ, ഫസ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം, സ്റ്റാർച്ച്. ഫസ്റ്റ് ഹെഡിങ് സ്റ്റാർച്ച്. ഫസ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം, സ്റ്റാർച്ച്. കാർബോഹൈഡ്രേറ്റിനെ ഏതൊക്കെ ഡിവൈഡ് ചെയ്തു? മോണോസാക്രൈഡ്, ഒലിഗോസാക്രൈഡ്, പോളിസാക്രൈഡ്. അതിൽ ഏതൊക്കെ കഴിഞ്ഞു? മോണോസാക്രൈഡ് കഴിഞ്ഞു, ഒലിഗോസാക്രൈഡിലെ ഡൈസാക്രൈഡ്സുകൾ എല്ലാം കഴിഞ്ഞു. ഇനി ലാസ്റ്റത്തെ ഹെഡിങ് ആണ് കേട്ടോ, പോളിസാക്രൈഡ്. അത് കഴിഞ്ഞ് പ്രോട്ടീൻസിലേക്ക് പോകും. ഓർത്ത് നോക്കാം. അപ്പോ സ്റ്റാർച്ച്, ആ സ്റ്റാർച്ചിൽ 2 ടൈപ്പാണ് നമുക്ക് വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അതുപോലെ ഒരെണ്ണം വിളിക്കുന്നത് അമൈലോസ് എന്നാണ് ആക്ച്വലി. അപ്പോൾ സ്റ്റാർച്ച് എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ എഴുതി വെക്കുക, ഇറ്റ് ഈസ് 2 ടൈപ്പ്. എന്നിട്ട് ഫസ്റ്റ് ഹെഡിങ് അമൈലോസ്. ഇറ്റ് ഈസ് എ 2 ടൈപ്പ്. സ്റ്റാർച്ച് എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ്. ഇറ്റ് ഈസ് 2 ടൈപ്പ്. ഫസ്റ്റ് ഹെഡിങ് അമൈലോസ്. അണ്ടർലൈൻ ചെയ്യാം, അമൈലോസ്. സബ് ഹെഡിങ് കേട്ടോ, ഓർത്ത് വെക്കാം. പോളിസാക്രൈഡിലെ സബ് ഹെഡിങ് ആണ് കേട്ടോ, ഓർത്ത് വെക്കാം. പോളിസാക്രൈഡ് ഡെഫിനിഷൻ നമ്മൾ നേരത്തെ എഴുതി കഴിഞ്ഞു. അതുകൊണ്ടാണ് വീണ്ടും അത് ഹെഡിങ് എഴുതാത്തത് കേട്ടോ, ഡെഫിനിഷൻ എഴുതാത്തത്. പോളിസാക്രൈഡിൽ സ്റ്റാർച്ച് ആണ്. സ്റ്റാർച്ചിന്റെ അണ്ടറില് സ്റ്റാർച്ച് എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ്. അതിൽ അമൈലോസ് അണ്ടർലൈൻ ചെയ്യാം. അവിടെ എഴുതി വെക്കാം, ഇറ്റ് ഈസ് വാട്ടർ സോലുബിൾ. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് വാട്ടർ സോലുബിൾ. ഇറ്റ് ഈസ് വാട്ടർ സോലുബിൾ. സെക്കൻഡ് പോയിന്റ് അതിന്റെ ഡെഫിനിഷൻ ആണ്, കെമിക്കലി അമൈലോസ് ഈസ് എ long unbranched chain. Chemically, amylose is a long unbranched chain with chemically amylose is a long unbranched chain with 200 to 1000 alpha D glucose. Unbranched chain with 200 to 1000 alpha D glucose unit held by ഏതൊക്കെ കാർബണാറ്റം ആയിരിക്കും? C1 and C4 glycosidic linkage. C1 and C4 glycosidic linkage. ഓർത്ത് നോക്കാം. 2 പോയിന്റ് ആക്കി കിട്ടു. വേണമെങ്കിൽ എനിക്ക് 4 പോയിന്റ് ആക്കാം. 4 പോയിന്റുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ആദ്യത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ
എന്താണ് വാട്ടർ സോലുബിൾ. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അവിടെ പറയുന്ന സമയത്ത് അൺബ്രാഞ്ച്ഡ് ചെയിൻ കണ്ടോ, ഓർത്തു നോക്കുക അല്ലെ, ഓർത്തു നോക്കുക അൺബ്രാഞ്ച് ചെയിൻ. തേർഡ് ആണ് അതിലുള്ള മെയിൻ കണ്ടന്റ്, ഓർത്തു നോക്കുക ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ്. മോണോസാക്കറൈഡ് ഏതൊക്കെയാണ്? ആൽഫ ഡി ഗ്ലൂക്കോസ്. സെല്ലുലോസിൽ എന്ത് വരും? ബീറ്റ ഡി വരും. മനസ്സിലായി? അപ്പോ സ്റ്റാർച്ചിൽ എന്താ വരുന്നത്? ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ് കേട്ടോ, ഓർത്തു നോക്കുക. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്ന സമയത്ത് C1 ആൻഡ് C4 നമ്മൾ ജോയിൻ ചെയ്യും കേട്ടോ. അപ്പൊ നമ്മളിപ്പോ എഴുതിയേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, അതില് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി അമൈലോപെക്റ്റിൻ. നെക്സ്റ്റ് അമൈലോപെക്റ്റിൻ. സ്റ്റാർച്ചിന്റെ അണ്ടറിൽ വരുന്ന സെക്കൻഡ് ഹെഡിങ് ആണ് അമൈലോപെക്റ്റിൻ. അപ്പോ സ്റ്റാർച്ച് എത്ര ടൈപ്പ് ഉണ്ട്? അമൈലോസ് ആൻഡ് അമൈലോപെക്റ്റിൻ. അതിൽ അമൈലോസ് കഴിഞ്ഞു, അത് വാട്ടർ സോലുബിൾ ആയിരുന്നു അല്ലെ, അത് നോക്കാം. അടുത്ത സബ് ഹെഡിങ് ആയിട്ട് എഴുതി വെക്കാം അമൈലോപെക്റ്റിൻ. അമൈലോപെക്റ്റിൻ അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ഇൻസോലുബിൾ ഇൻ വാട്ടർ. അപ്പൊ അമൈലോപെക്റ്റിൻ എന്താണ്? ഇറ്റ് ഈസ് ഇൻസോലുബിൾ ഇൻ വാട്ടർ. ഇറ്റ് ഈസ് ഇൻസോലുബിൾ ഇൻ വാട്ടർ. ഇറ്റ് ഈസ് ഇൻസോലുബിൾ ഇൻ വാട്ടർ. സെക്കൻഡ് പോയിന്റ് അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് എഴുതുകയാണ്, ഇറ്റ് ഈസ് എ ബ്രാഞ്ച്ഡ് ചെയിൻ. കണ്ടോ, മറ്റേതെന്തായിരുന്നു? അൺബ്രാഞ്ച്ഡ്. കണ്ടോ, ആ വ്യത്യാസം ഓർത്ത് നോക്കണം കേട്ടോ. ഇറ്റ് ഈസ് എ ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമർ. ഇറ്റ് ഈസ് എ ബ്രാഞ്ച്, സെക്കൻഡ് പോയിന്റ് ആണ് കേട്ടോ. ഇറ്റ് ഈസ് എ ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമർ ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ്. ഇറ്റ് ഈസ് എ ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമർ ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ് in which chain is formed by ഏതൊക്കെ തമ്മിലായിരിക്കും പറയും? C1 ആൻഡ് C4. ഫസ്റ്റ് കാർബൺ ആറ്റം തന്നെയാണ് C1 എന്ന് വിളിക്കുന്നത് കേട്ടോ. C1 ആൻഡ് C4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. whereas glycosidic linkage, whereas branching occur by C1 and C6 glycosidic linkage. C1 and C6 glycosidic linkage. അപ്പൊ ഇവിടെ ഒരു എക്സ്ട്രാ ഒന്നുകൂടി പഠിച്ചു അല്ലെ, C1 C6 വരുമ്പോഴാണ് ബ്രാഞ്ച് ആകുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അമൈലോസ് എന്ന് പറയുന്ന ഒരു അല്ലെ അൺബ്രാഞ്ച്ഡ് ചെയിൻ, അത് വീണ്ടും എന്ത് ചെയ്തു? ബ്രാഞ്ച് ആയുമ്പോൾ അതെന്തായി മാറി? അമൈലോ പെക്റ്റിൻ ആയി മാറി അല്ലെ, ഓർത്ത് നോക്കാം. അങ്ങനെ ക്ലിയർ ആയിട്ട് കൊണ്ടുവരാം. ദെൻ നെക്സ്റ്റ് അടുത്തത് സെല്ലുലോസ് കേട്ടോ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ഹെഡിങ് സെല്ലുലോസ് കേട്ടോ, സെല്ലുലോസ്. അപ്പൊ സ്റ്റാർച്ച് കഴിഞ്ഞു. സ്റ്റാർച്ച് കഴിഞ്ഞ അടുത്ത എന്താ? അമൈലോപെക്റ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമൈലോസ് എന്ന് പറയുന്നത് നമ്മുടെ ഇത് അല്ലേ, എന്താ കഞ്ഞിവെള്ളം, അതൊക്കെ വെള്ളത്തിൽ സോലുബിൾ ആകുന്ന രീതിയിൽ വരുന്നതാണ് അമൈലോസ് എന്ന് വിളിക്കുന്നത്. അമൈലോപെക്റ്റിൻ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഗ്ലൂട്ടൻ എന്നൊക്കെ പറയുന്ന സാധനമുണ്ടോ, ഗ്ലൂട്ടൻ, അതെല്ലാം ഇതിൽ വരുന്ന ടൈപ്പാണ് ആക്ച്വലി ഈ പറയുന്ന അമൈലോപെക്റ്റിൻ എന്ന് പറയുന്ന രീതിയിൽ വരുന്ന ഇതാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഇതിൽ 85% എന്തുണ്ട്? സ്റ്റാർച്ച് ഉണ്ട്. ഏത്? അമൈലോ പെക്റ്റിനില്. അമൈലോ പെക്റ്റിനിൽ എന്താണ്? 85% സ്റ്റാർച്ച് ഉണ്ട്. മറ്റേ എന്തായിരിക്കും? കുറവായിരിക്കും, 15% കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോൾ അത് വേണ്ട, നിങ്ങൾക്ക് 15 to 20% ആണ്. വേണമെങ്കിൽ അത് എഴുതാം കേട്ടോ, ഓർത്ത് വെക്കാം. വേണമെങ്കിൽ ഒരു പോയിന്റ് അതാക്കി വെച്ചു, പെർസെൻറ്റേജ് ഒന്ന് എഴുതി വെച്ചു. അമൈലോസിൽ 15 to 20% സ്റ്റാർച്ച്, 15 to 20% സ്റ്റാർച്ച് ആണ് അമൈലോസിൽ. അമൈലോസിൽ ഒരു പോയിന്റ് ആക്കിക്കോ, ആ പോയിന്റ് കിടക്കട്ടെ അല്ലെ. അമൈലോസിൽ 15 to 20% സ്റ്റാർച്ച്. അമൈലോ പെക്റ്റിനിൽ 80 to 80% സ്റ്റാർച്ച്. 80 to 80%, 80 to 85. അമൈലോ പെക്റ്റിൻ 80 to 80%. മറ്റേതെന്തായിരുന്നു? 15 to 20%. ഒരെണ്ണം പഠിച്ചാൽ മതി, എന്റെ ഓപ്പോസിറ്റ് വിട്ടു. ബാക്കി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്തും ആകാം ആ സബ്സ്റ്റൻസിൽ, മനസ്സിലായി? മെയിൻ കണ്ടന്റ് അതായിട്ട് നിൽക്കും. ബാക്കിയുള്ളത് എന്ത് ചെയ്യും? വേറെ ഫില്ലിങ്സ് ആയിട്ടുള്ള എന്ത് ഇതിൽ വരാം. ടൈപ്സ് ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. എന്ന് പറഞ്ഞപ്പോൾ താൻ റൈസ് കഴിക്കുന്നു എന്ന് കരുതാം. ആ റൈസിൽ ഗ്ലൂട്ടൻ ഫ്രീ
എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇത് കേട്ടറില്ലേ നിങ്ങൾ? കേട്ടല്ല? ശരിക്കും ഇതിന്റെ ഓരോ ഇതിലേക്ക് പോകും. ഇപ്പൊ മാൾട്ടോസ് മുതൽ നമുക്ക് ഇങ്ങനെ ഉണ്ട്. ഞാൻ ടൈം പോണ്ടാലെന്ന് എഴുതിയിട്ടാണ്. ആക്ച്വലി ശരിക്കും വലിയൊരു ഏരിയ ആണ്. മാൾട്ടോസ് എന്ന് പറഞ്ഞാൽ എന്താ? ആൽഫ ഡി ഗ്ലൂക്കോസ് യൂണിറ്റുകളാണ്. നിങ്ങൾ കേട്ടോ നല്ലതൊക്കെ തന്നെയാണ്. ആക്ച്വലി വേറെ ഒന്നുമില്ല. നിങ്ങൾ കുറച്ചും കൂടിയൊക്കെ ഇതായി കഴിയുന്ന സമയത്ത് ഈ മാൾട്ടോസ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് പൊട്ടറ്റോയിലാണ്. പൊട്ടറ്റോ, ആ പൊട്ടറ്റോനെ പൗഡർ ആക്കി കറക്റ്റ് ആക്കി കൊണ്ടുവന്നിട്ടാണ് വലിയൊരു ടിന്നുകളിൽ മാസ് ഇൻഡെക്സ് വർദ്ധിപ്പിക്കാൻ വേണ്ടി, ബോഡി മാസ് ഇൻഡെക്സ് വർദ്ധിപ്പിക്കാം. ഇപ്പോൾ ജിംനേഷ്യൊക്കെ പോകുമ്പോൾ അവർ പറയുമ്പോൾ വണ്ണം കുറഞ്ഞാണ്, ഭയങ്കരമായിട്ട് മാസ് ആവുന്ന രീതിയിൽ വരുമ്പോൾ അത് ആദ്യം കൊടുക്കും. എന്തുകൊണ്ടാണ്? ആൽഫ ഡി ഗ്ലൂക്കോസ് നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് ബോഡി എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്ത് എടുക്കുന്ന രീതിയിലേക്ക് വരും. മനസ്സിലായി? അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർച്ചിലേക്ക് എത്തും. സ്റ്റാർച്ചിലേക്ക് എത്തുന്ന സമയത്ത് സ്റ്റാർച്ചുള്ള എന്തൊക്കെ സബ്സ്റ്റൻസ് ഉണ്ട് നിങ്ങൾ കഴിക്കുന്ന അല്ലെ? പല ഇതിലും എന്താണ്? സ്റ്റാർച്ച് കണ്ടന്റ് ആണ് കൂടുതൽ കഴിക്കുന്നത്. ഗോതമ്പ്, റൈസ്, അങ്ങനെ വരുന്ന ടൈപ്പുകളിൽ എല്ലാത്തിലും എന്തുണ്ടാവും? സ്റ്റാർച്ച് കണ്ടന്റ് ഉണ്ട്. ആക്ച്വലി അതിൽ അമൈലോസ് എന്ന് പറയുന്ന സമയത്ത് എന്തായിരിക്കും? ആക്ച്വലി അമൈലോപെക്റ്റിനും എന്ന് പറയുന്ന സമയത്ത് അമൈലോസിൽ 15% ആണെങ്കിലും അത് എഡിബിൾ ആകുമ്പോൾ ബോഡി പെട്ടെന്ന് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ വരും. ബോഡി പെട്ടെന്ന് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. ആ സമയത്ത് അമൈലോപെക്റ്റിൻ എന്ന് പറയുമ്പോൾ എന്താണ്? നോർമലി കുറച്ചും കൂടി ഇൻഡെക്സ് ആയിട്ട് വരും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഈ അടുത്തിടെ അല്ലെ ഒളിമ്പിക്സിൽ നടന്ന വലിയൊരു സംഭവം ഉണ്ട്. എന്തായിരുന്നു അത്? വെയിറ്റ് അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചറിയാം അവർ രാത്രി എത്ര വർക്കൗട്ട് ചെയ്തു, എങ്ങനെയാണ് ബോഡി എന്നുള്ളത്. അയാളുള്ള ഒരു എന്താണ് ഡയറ്റ് പ്ലാനർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? രണ്ട് രീതിയിലാണ് ആക്ച്വലി വരുന്നത്. ഒന്ന്, ഈ ആള് ഒക്കെ ഓർത്ത് വെക്കാം അല്ലെ, അയാൾ എന്താ ചെയ്യുന്നത്? ബോക്സിംഗ് ആണ് ആക്ച്വലി വരുന്ന സമയത്ത്. അയാൾക്ക് എന്ത് ഫുഡ് കൊടുക്കുന്ന? ഈ സ്റ്റാർച്ചിൽ തന്നെ പല കാറ്റഗറി വന്നു അല്ലേ? ചോദിച്ചു. റെസ്ലിംഗ്, ബോക്സിംഗ് പോലത്തെ അത് തന്നെയല്ലേ? ഏകദേശം അതുപോലത്തെ ഒരു റെസ്ലിംഗ് അല്ലേ? ഓർത്ത് നോക്കാം. അതും ഇതുപോലെയൊക്കെ തന്നെയാണ് ആക്ച്വലി. എന്ന് പറഞ്ഞാൽ എത്രയും 1 hour എടുക്കുന്ന ഒരു ഇതാണ് ആക്ച്വലി. ആ സമയത്ത് ബോഡി വെയിറ്റർ എടുക്കുന്ന ആളുണ്ട്. അയാൾ എന്തോരം സമയം ഇൻവോൾവ് ചെയ്യേണ്ടി വരും? കുറച്ചു നേരമാണ്. ക്രിക്കറ്റർ ആണെന്ന് കരുതാം, ലോങ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഈ സ്റ്റാർച്ച് ആ കണ്ടന്റ് ഒക്കെ വ്യത്യാസം വരുത്തും. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആക്സസ് ആയിട്ട് വരുന്ന ഒരു 5 minute ആണെങ്കിൽ ആ ടൈമിൽ അത്രയും പെട്ടെന്ന് തന്നെ അല്ലെ? ഓർത്ത് നോക്കുക. അല്ലാതെ അയാൾ കുറെ ഫുഡൊക്കെ കഴിച്ചു പോയിട്ട് ആവശ്യം എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് ഡൈജഷൻ നടന്നിട്ട് ചെന്നിട്ട് കാര്യമില്ല. ആ സമയത്ത് ഇപ്പോൾ ഒരു ലോങ് മാരത്തോൺ അങ്ങനെയുള്ള ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ അയാൾക്ക് എന്താണ് അമൈലോപെക്റ്റിനേക്കാളും കുറച്ചും കൂടി ഹൈ ആയിട്ട് വരുന്ന എന്താണ് അനിമൽ ഫാറ്റ് കൊടുക്കാം നമുക്ക്. അനിമൽ ഫാറ്റ് ഏതാ? ഗ്ലൈക്കോജൻ ആയിട്ടുള്ള ഫാറ്റ് കൊടുക്കുമ്പോൾ അത് ബോഡിയിൽ വൈറ്റിൽ ചെന്ന് ഡൈജസ്റ്റ് ചെയ്ത് ടൈം എടുക്കും. അപ്പൊ ആ ഒരു കുറച്ച് സമയം കൊണ്ട് എന്ത് ചെയ്യുള്ളൂ? ക്ലിയർ ആയിട്ട് വരുള്ളൂ. ഓർത്ത് നോക്കാം. പൊറോട്ട കേട്ടിട്ടുണ്ടോ? പൊറോട്ട എന്തുകൊണ്ടാ? എവിടെ നിന്നാ അത് ഒറിജിനേറ്റ് ചെയ്തേ? നിങ്ങൾ കേട്ടേക്കുന്ന ഒറിജിനൽ ഒന്നും ആരും പറയാം. പൊറോട്ട അല്ല, അതിന്റെ ഒറിജിനേഷൻ എവിടെ നിന്നാണ്? ആരാണ് കൂടുതൽ ഉപയോഗിച്ചു തുടങ്ങിയത്? മൈൻ ആയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള തൊഴിലാളികൾ, അവിടുത്തെ ആൾക്കാരാണ് കട്ടി കൂടിയ ഭയങ്കരമായിട്ടുള്ള ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ലോങ് ടൈം പണിയെടുക്കണം ആക്ച്വലി. അത് മാത്രമല്ല ആ എനർജി സോഴ്സ് കിട്ടുക വേണം. ഇത് എന്താണ്? സ്റ്റാർച്ച് ആണ്. ഇപ്പൊ നേരത്തെ പെർസെന്റേജ് ചോദിച്ച പോലെ. പക്ഷെ അതെന്താണ്? കോംപ്ലക്സ് സ്റ്റാർച്ച് ആണ്. കോംപ്ലക്സ് സ്റ്റാർച്ച് എന്ന് പറയുമ്പോൾ എന്ത് വരും? അമൈലോപെക്റ്റിൻ കണ്ടോ, ഓർത്ത് നോക്കുക. അതുപോലെ കോംപ്ലക്സ് സ്റ്റാർച്ച് കൊടുക്കുമ്പോൾ അത് ബോഡിയിൽ എടുത്ത് സിന്തസ് ചെയ്ത് പതുക്കനെ ആയിരിക്കും ബോഡിയിലേക്ക് വരുന്നത്. അപ്പൊ അവർ എന്ത് ചെയ്യും? പണിയെടുക്കുന്നതിനനുസരിച്ചിട്ട് ഡൈജസ്റ്റ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതിന് പകരം അവർക്ക് കുറെ ഗ്ലൂക്കോസ് കൊടുത്തിട്ട് വേഗം പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് വേഗം തന്നെ ബോഡിയിൽ നിന്ന് തീരും. 15-2%. അപ്പോൾ അതനുസരിച്ച് വേരിയേഷൻസ് വരും. ഓർത്ത് നോക്കാം. അപ്പോൾ കണ്ടന്റ് ഇതെല്ലാം അടങ്ങിയേക്കുന്ന പല പല സബ്സ്റ്റൻസുകൾ ഉണ്ട് കേട്ടോ, ഓർത്ത് വെക്കാം. അതിലേക്കൊക്കെ വരും. ഇനി നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം കേട്ടോ. സെല്ലുലോസ്. സെല്ലുലോസില് ഓർത്ത് വെക്കാം. നമ്മൾ പഠിച്ചേക്കുന്ന സ്റ്റാർച്ച് ആണ് അല്ലെ? സ്റ്റാർച്ചിൽ എന്ത് ഗ്ലൂക്കോസ് ആയിരുന്നു? ആൽഫ ഡി ഗ്ലൂക്കോസ്. സെല്ലുലോസ് എന്ന് പറയുമ്പോൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നത്? പേപ്പർ. നിങ്ങൾ എഴുതിയേക്കുന്ന പേപ്പർ അല്ലേ? സെല്ലുലോസ് ആണ്. വിളിച്ചോ അതിനാ. സെല്ലുലോസ് കൂട്ടനാണ് കേട്ടോ, ഓർത്ത് വെക്കാം. വുഡ് സെല്ലുലോസ് ആണ്. കോട്ടന്റെ ക്ലോത്ത് എന്താണ്? സെല്ലുലോസ് ആണ്. അപ്പോ അങ്ങനെ വരുന്ന ഈ സെല്ലുലോസ് അല്ലെ, പേപ്പറൊക്കെ കടിച്ചു തിന്നാറുണ്ടോ നിങ്ങൾ? ഗ്ലൂക്കോസ് അല്ലേ, കഴിക്കാൻ പറ്റുമോ അല്ലെ? സെല്ലുലോസ് എന്താന്ന് പറഞ്ഞേ? ബീറ്റ ഡി ഗ്ലൂക്കോസ്. കഴിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? അതാണ് ചോദ്യം. ഇത് ഗ്ലൂക്കോസ് അല്ലേ? എന്തുകൊണ്ടാണ് ഡൈജസ്റ്റ് ചെയ്യാത്ത? ഒരു ബീറ്റ ലിങ്ക് ആണ്. അപ്പൊ ശ്രദ്ധിക്കാം, ആൽഫ ലിങ്കും ബീറ്റ ലിങ്കും തമ്മിൽ അത്ര വ്യത്യാസമുണ്ട്. ആൽഫ ഓർമ്മയില്ലേ? എന്താ വ്യത്യാസം? ഇങ്ങനെയുള്ള ഒരാൾ മുകളിൽ വന്നു, ഒരാൾ താഴെ വന്നു, അത്ര വ്യത്യാസമുള്ളൂ. ആ ഒരു ചെറിയ വ്യത്യാസത്തില് ഈ കോമ്പൗണ്ടിൽ ഭയങ്കര ചേഞ്ച് വരുന്നുണ്ട്. മനസ്സിലായോ? ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരു
കാർബണിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റിൽ വരുന്ന ചേഞ്ച് കൊണ്ടാണ് അത് അത്രയും ചേഞ്ച് ആയിട്ട് വരുന്നത് കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പൊ സെല്ലുലോസിൽ ബീറ്റ ഡി ഗ്ലൂക്കോസ് ആണ് ആക്ച്വലി വരുന്നത്, ഓർത്ത് വെക്കാം. ഒന്ന് എഴുതി വെച്ചു സെല്ലുലോസിൽ. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ചെയിൻ പോളിസാക്കറൈഡ്. ഫസ്റ്റ് പോയിന്റ് ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്ന ഒരു പോയിന്റ് ആണ്, അതുകൊണ്ടാണ് ആദ്യം എഴുതുന്നത്. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ചെയിൻ പോളിസാക്കറൈഡ്. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ചെയിൻ പോളിസാക്കറൈഡ്. സെക്കൻഡ് പോയിന്റ് എഴുതി വെക്കുക. ബീറ്റ ഡി ഗ്ലൂക്കോസ്, beta D glucose linked through a glycosidic linkage, between ഏതൊക്കെ കാർബൺ ആയിരിക്കും? between C1 and C4 glucose unit, C1 and C4 glucose unit, glycosidic linkage between C1 and C4 of glucose unit, C1 and C4 unit of C1 and C4 glucose unit to form cellulose. കേട്ടോ, അത്രയേ ഉള്ളൂ. അടുത്ത ഹെഡിങ് ഗ്ലൈക്കോജൻ. നമ്മുടെ ബോഡിയിലൊക്കെയുള്ള ഫാറ്റ് ആണ് ഗ്ലൈക്കോജൻ. കേട്ടോ, ഓർത്ത് നോക്കാം. ഫാറ്റ് അടുത്ത ഹെഡിങ് ആണ് ഗ്ലൈക്കോജൻ. കേട്ടോ, ഫസ്റ്റ് പോയിന്റ്. അപ്പൊ ബോഡിയിലെ ഫാറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അല്ലെ, അനിമൽ ഫാറ്റ് എന്നൊക്കെയാണ് അതിനെ വിളിക്കുക. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക. The carbohydrates are stored in a animal body as glycogen. The carbohydrates are stored in animal body as glycogen. The carbohydrates are stored in animal body as a glycogen. ഓർത്ത് നോക്കാം. അപ്പൊ നമ്മുടെ ബോഡിയിൽ വരുന്ന ഫാറ്റില്ലേ, ഫാറ്റ് എങ്ങനെയാ ഫോം ചെയ്യാം? ബയോളജി എത്ര പേരുണ്ട് പറഞ്ഞു തന്നെ? എങ്ങനെയാ ഫാറ്റ് ഉണ്ടാവുക? ഡൈജസ്റ്റ് ആകുമ്പോൾ ഫാറ്റ് ഉണ്ടാവുന്നു. 10th പഠിക്കാനുള്ളതല്ലേ? എല്ലാവർക്കും പറയാം. കണ്ടോ, സയൻസിൽ ഇല്ലാത്ത ക്രിസ് പറയാന്ന് പറയുന്നു. പറഞ്ഞു ലിപ്പിഡ്സ് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് അത്രയൊന്നും വേണ്ട കേട്ടോ, ഓർത്ത് നോക്കാം. നിങ്ങൾ എന്തെങ്കിലും റൈസ് നന്നായിട്ട് ഞാൻ അല്ലേ രാവിലെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിയണ്ടേ ഈ സയൻസ് ഒക്കെ പഠിച്ചു, ബയോളജി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ആലോചിക്കണം കേട്ടോ. കണ്ണിൽ എങ്ങനെ കാഴ്ച കാണുന്നത്, അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറയണം കേട്ടോ. കെമിസ്ട്രിയിൽ ബയോമോളിക്കുലർ എല്ലാം ഉണ്ട്. നമുക്ക് നോക്കാം. നമ്മൾ ഫുഡ് കഴിച്ചു, റൈസ് കഴിയുമ്പോൾ ആദ്യം സലൈവയിൽ ആരുണ്ട്? സലൈവറി അമൈലേസ് ബ്രേക്ക് ഡൗൺ ചെയ്യും. ഫസ്റ്റ് എന്തായിട്ട് ബ്രേക്ക് ചെയ്യും? ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. റൈസ് ആണ് കഴിക്കണേ. അപ്പൊ എന്ത് വരും? ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് അല്ലെ. രാവിലെ നമ്മൾ ഇഡ്ഡലി അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതാവാൻ കാരണം അതാ. എന്നിട്ട് ഇവിടെ നിന്ന് ഈസോ ഫാഗസ്, അവിടുന്ന് സ്റ്റൊമക്കില് ഒന്നുമില്ല. സ്റ്റൊമക്കിൽ എന്താ നേച്ചർ? അസിഡിക് നേച്ചർ ആണ് ആക്ച്വലി വരുന്നത് അല്ലെ, ഓർത്ത് നോക്കാം. അവിടെ നിന്ന് ഫസ്റ്റ് ഫുഡ് മോളിക്യൂളിനെ വീണ്ടും എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പൊ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒന്നും ബ്രേക്ക് ഡൗൺ ചെയ്യില്ല അല്ലെ, ഓർത്ത് നോക്കാം. പ്രോട്ടീൻ വന്ന ആ കാര്യങ്ങൾ അയാൾ പറഞ്ഞതിലേക്കൊക്കെ പോകേണ്ടി വരും അല്ലെ. എന്തൊക്കെയായിരുന്നു എൻസൈം? പറ. ലിപ്പേസ് അല്ലെ, ഓർത്ത് നോക്കാം. അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടാവുന്ന നോക്കണ്ട. അവിടുന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ചെയ്യുന്നു, അവിടുന്ന് മൈക്രോവില്ല. അവിടുന്ന് ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് എടുത്തുന്നു. അങ്ങനെ ബ്ലഡിൽ ഗ്ലൂക്കോസ് എത്തി. ബ്ലഡിൽ ഗ്ലൂക്കോസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്ലൂക്കോസ് അടുത്ത പോയിന്റ് നമുക്ക് എഴുതാനുള്ളതാണ്, ഈ ചാപ്റ്ററിൽ തന്നെ എഴുതാനുള്ളതാണ്. ഗ്ലൂക്കോസ് എന്താണ് ഇത് ഉപയോഗിക്കുന്നത്? എനർജി സോഴ്സ്. നമ്മൾ വർത്താനം പറയണം, കാണുന്നതിനും നടക്കണതിനും എല്ലാം എന്ത് വേണം? ഗ്ലൂക്കോസ് വേണം. ഗ്ലൂക്കോസ് എടുത്ത് കണ്ണിലിട്ട് നിങ്ങൾ കത്തിക്കും. എന്ത്? കണ്ണിന്റെ സെല്ലിൽ. എന്നിട്ട് ആ എനർജിയിലാണ് കാണുന്നത് ഈ വർത്താനം പറയുന്നത് അല്ലെ. ഇവിടെയൊക്കെ ഇട്ട് കത്തിക്കുന്നുണ്ട്, കത്തിക്കാണ് അല്ലെ. ഓർത്ത് നോക്കാൻ പഠിപ്പിച്ചല്ലേ? C6H12O6+O2 gives പറയേ 6CO2+6H2O+ എനർജി. ആ എനർജി കൊണ്ടാണ് ഇപ്പൊ സംസാരിക്കുന്നതും നമ്മളൊക്കെ ഈ എഴുതുന്ന നോക്കാം. ബാക്കി കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും ഒക്കെ അപ്പൊ തന്നെ ഉണ്ടാവുന്നുണ്ട് അല്ലെ. വീട്ടിൽ പുക തന്നെ വരെ
പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ ഓർത്ത് നോക്കുക, അല്ലെങ്കിൽ അവിടെ ചത്തുപോകും അല്ലേ ഓർത്ത് നോക്കുക, കുറച്ച് നേരം അടച്ചു വെച്ചോക്കെ വേണ്ടാട്ടാ വെറുതെ പറഞ്ഞാണ് ഓർത്ത് നോക്കുക, എന്ത് പറ്റും മരിച്ചു പോകും. അപ്പൊ അത് ഓൺ സ്പോട്ട് അവിടെ നിന്ന് എന്ത് കിട്ടി ബാക്കിയുള്ള ഗ്ലൂക്കോസ് എന്ത് ചെയ്യും അല്ലെ, ഇയാള് രാവിലെ അല്ലെ ഓർത്ത് നോക്കുക പുട്ടൊക്കെ കഴിച്ചേക്കണേ അല്ലെ, എന്ത് ചെയ്യും ആ ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് അല്ലേ, ബ്ലഡിൽ നിന്ന് എന്ത് പറ്റും കൂടി എന്ത് പറ്റും അല്ലെ ഓർത്ത് നോക്കുക, ബ്ലഡിന് എന്തുണ്ട് pH ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഓർത്ത് നോക്കുക. അപ്പൊ അതെന്ത് ചെയ്യും ഇല്ല. അപ്പൊ വേറൊരു സാധനമുണ്ട് ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസ്, എവിടെയാണ് ബയോളജി അറിയാത്തില്ലേ, ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസ് എവിടെയാ, പാൻക്രിയാസ്, അതിൽ ആൽഫ ആൻഡ് ബീറ്റ സെൽസ് അല്ലെ ഓർത്ത് നോക്കുക, അതില് ആൽഫ ആൻഡ് ബീറ്റ സെൽ, അതില് ഇൻസുലിൻ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബീറ്റ സെൽസ്. ബീറ്റ സെല്ല് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തും ആ ഇൻസുലിൻ ആണ് നിങ്ങളുടെ ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റും, എനർജി അല്ല ഗ്ലൈക്കോജൻ, എന്താണ് ഗ്ലൈക്കോജൻ, അതിലേക്ക് എത്തും കേട്ടോ ഓർത്ത് നോക്കുക. ആ ഗ്ലൂക്കോസിനെ എന്താക്കും ഗ്ലൈക്കോജൻ, ആൽഫ ഡി ഗ്ലൂക്കോസ്, അത് കൺവേർട്ട് ചെയ്ത് ഗ്ലൈക്കോജൻ ആക്കി ഫാറ്റ് ആക്കി വെക്കുന്നു. എനിക്ക് ഈ വണ്ണം ഒന്ന് കുറയ്ക്കണം, ഞാൻ എന്ത് ചെയ്യണം, ഓടിക്കോളാം. ഫുഡ് കഴിച്ചില്ലെങ്കിൽ പെട്ടെന്ന് വണ്ണം കുറയില്ല. ഞാൻ ഫുഡ് കഴിക്കാതിരുന്ന ബോഡി വരുന്നത് എന്താണെന്നറിയോ, ഇവൻ ഫുഡ് കഴിക്കണില്ല, ഇനി എന്ത് ചെയ്യണം, എന്തെങ്കിലും ഫുഡ് കിട്ടിയാൽ മുഴുവനും വലിച്ചെടുക്കണം. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടാവുന്ന സാർവത്ര ഗ്ലൂക്കോസ് ഒക്കെ ബോഡിയുടെ അബ്സോർപ്ഷൻ റേറ്റ് അത് കൂട്ടും, മൈക്രോവേറ്റ് ഒക്കെ ഭയങ്കര ഇതായിട്ട് അങ്ങനെ ഇത് ചെയ്യും. അപ്പം എന്ത് ചെയ്യും, നമ്മൾ എക്സസൈസ് ചെയ്യണം കേട്ടോ ഓർത്ത് നോക്കാം, നടക്കണം, എക്സസൈസ് കാർഡിയോ എന്ന് പറയും നിങ്ങൾ എക്സസൈസ് ഒക്കെ കേട്ടോ, കുറച്ചും കൂടെ ഒക്കെ കാർഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ കത്തിക്കുക, ഫസ്റ്റ് ബോഡിനെ വാമപ്പ് ആക്കുക. അങ്ങനെ കാർഡിയോ ചെയ്യുമ്പോഴാണ് നമ്മുടെ എനർജിയുടെ എന്താണ് മെറ്റബോളിക് റേറ്റ് ഇൻക്രീസ് ചെയ്യാന്ന് പറയുന്നത്. കാർഡിയോ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് വണ്ണം കുറയാത്തതിന്റെ കാരണം എന്താണ്, അതാണ് അടുത്ത പോയിന്റ് എഴുതാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് വണ്ണം കുറയാത്തത് എന്ന് ചോദിച്ചാൽ അടുത്ത പോയിന്റ് ആണ് പറയാ. അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഗ്ലൈക്കോജൻ ബോഡിയിൽ സ്റ്റോർ ചെയ്യണ സമയത്ത് ഹൈലി ബ്രാഞ്ച്ഡ് ആണ്, എന്താണ് ഹൈലി ബ്രാഞ്ച്. അതുകൊണ്ടാണ് ഇവിടെ എന്നുള്ള അല്ലേ മെഡിക്കൽ ടെസ്റ്റിൽ ഈ തൂണിൽ കുറേ നാൾ കുറച്ച് പരസ്യം ഉണ്ടായിരുന്നു, ഭയങ്കര വണ്ണമൊക്കെ കൂടിയ വയറിന്റെ അവിടെ നിന്ന് എന്ത് ചെയ്യും, ആ കൊഴുപ്പ് അവരെന്ത് ചെയ്യും, സർജറി ചെയ്തിട്ട് മാറ്റും. അത് തന്നെ അല്ലെ, കൊണ്ടല്ലേ പിക്ചർ. അപ്പൊ ഓർത്ത് നോക്കുക, അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ നമുക്ക് അറിയണം എന്തുകൊണ്ടാണ്, ഇതെങ്ങനെയാണ്, എന്താണ്. അപ്പൊ ഒരു പരിധി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ അവിടെ ഡെപ്ത് പോലെയാവും കേട്ടോ ഓർത്ത്. ഏതാ അല്ല സർജറി ചില ആൾക്കാർക്ക് അത് നെസസറി ആവും. അതെങ്ങനെയാ, ഇനി അതിന്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്കത് റിക്കവർ ചെയ്യും. ഇപ്പൊ ഒരു പെട്ടെന്ന് എക്സസൈസോ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്തിട്ട് മാറ്റാൻ പറ്റാത്തൊരു സിറ്റുവേഷനുള്ള സ്പെഷ്യൽ കേസിന് മാത്രം ചെയ്യുക. അല്ലാതെ എന്ന് പറഞ്ഞാൽ അത്ര ഒബീസിറ്റി വരുന്ന സമയത്ത് അല്ലെ, ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും, BMI അറിയോ, ഒക്കെ അറിയണം കേട്ടോ, നല്ല കാര്യമാണ്, ഹെൽത്തിന്റെ കാര്യമാണ് ആക്ച്വലി. ഞാനൊക്കെ പറയുന്ന കാര്യമാണ് ശരിക്കും. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് ആദ്യം എന്ന് പറയുന്ന 3 കാര്യമാണ്. നിങ്ങളുടെ ഹെൽത്ത് അറിയണം, ഹെൽത്ത് ഒരു വെൽത്താണ് എന്ന് പറയുന്ന പോലെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് വരിക. രണ്ടാമത്തത് നമ്മൾ ഓൾറെഡി പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിയണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇയാൾക്ക് ബാങ്കിൽ പോയിട്ട് എഴുതാൻ അറിയില്ല എങ്കിൽ അല്ലെ, അതിൻ്റെതായിട്ടുള്ള അല്ലെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയണം. പിന്നെ വരുന്നത് ലൈഫ് സ്റ്റൈൽ ആക്ടിവിറ്റീസ് കുറച്ച് അറിഞ്ഞു വെക്കണം, സ്വിമ്മിങ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് 3. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കെമിസ്ട്രിയും ബാക്കിയൊക്കെ. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ +2 ഒക്കെ കഴിയുമ്പോൾ അല്ലെ പുറത്തൊക്കെ ലൈസൻസ് ഒക്കെ എടുത്ത് വെക്കൂലേ, അതുപോലെ കേട്ടോ ഓർത്ത് വെക്കുക, കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാം, നല്ല കാര്യങ്ങൾ കേട്ടോ ഓർത്ത് വെക്കാം. ഞാൻ പഠിക്കേണ്ടതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, കെമിസ്ട്രി പഠിച്ചേക്കണം ഓർത്ത് വെക്കാം. സാറ് ഇതേ പറഞ്ഞേക്കണം പഠിക്കണ്ട ഇല്ല കേട്ടോ, ഇതൊക്കെ ആവശ്യമാണെന്ന് പറയാനാണ് കേട്ടോ ഓർത്ത് വെക്കുക. ഗ്ലൈക്കോജൻ എന്തുകൊണ്ടാണ് അല്ലെ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നുള്ള പോയിന്റ് ആണ് നെക്സ്റ്റ് പോയിന്റ്. ഒന്ന് എഴുതി വെച്ചേ, സെക്കൻഡ് പോയിന്റ് എഴുതി വെക്കാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ അനിമൽ സ്റ്റാർച്ച്. ഇറ്റ് ഈസ് ഓൾസോ, സെക്കൻഡ് പോയിന്റ് കേട്ടോ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ അനിമൽ സ്റ്റാർച്ച് because it is also known as animal starch because its structure is similar to, it is also known as animal starch because its structure is similar to amylopectin. amylopectin എങ്ങനെയായിരുന്നു, ഹൈലി ബ്രാഞ്ച്ഡ് ആയിരുന്നു അല്ലെ. because its structure is similar to amylopectin and is rather more highly branched, and is rather more highly branched. highly branched കേട്ടോ ഓർത്ത് വെക്കാം.
നെക്സ്റ്റ് പോയിന്റ് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് ഓർത്ത് നോക്കുക. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ലിവർ മസിൽസ് ഇവിടെ ഓർത്ത് നോക്കാം. ആൻഡ് ബ്രെയിൻ, പിന്നെയും കുറെ കൊടുത്തിട്ടുണ്ട്, ഈസ്റ്റ്, ഫംഗൈ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത്രയും മതി കേട്ടോ, ഓർത്ത് നോക്കാം കേട്ടോ. ഫൗണ്ട് ചെയ്തേക്കുന്ന ഏരിയാസും കൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. നെക്സ്റ്റ് കേട്ടോ. അപ്പൊ എന്ത് കഴിഞ്ഞു? ഏതാ കഴിഞ്ഞ്? പോളി സാക്രൈഡ് കഴിഞ്ഞു അല്ലെ. അപ്പൊ കാർബോഹൈഡ്രേറ്റിന്റെ എല്ലാ കണ്ടന്റും കഴിഞ്ഞു. ഇനിയാണ് ഇമ്പോർട്ടൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. ഇമ്പോർട്ടൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് നേരത്തെ പറഞ്ഞു അല്ലെ. കാർബോഹൈഡ്രേറ്റിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെ? സോഴ്സ് ഓഫ് എനർജി ആണ്. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ പോയിന്റ് എഴുതി വെക്കാം. കാർബോഹൈഡ്രേറ്റ് ആർ എസെൻഷ്യൽ ഫോർ ലൈഫ്. Carbohydrate are essential for life in both plant and animal. In both plants and animals. Bracket എഴുതി വെക്കണം. Source of energy. Bracket എഴുതി വെക്കുക. Source of energy. Bracket source of energy. സെക്കൻഡ് പോയിന്റ് എഴുതി വെക്കാം. സെക്കൻഡ് പോയിന്റ് അടുത്ത ലൈനില് സെൽ വാൾ ഓഫ് ബാക്ടീരിയ ആൻഡ് പ്ലാന്റ്സ്. made up of cellulose. ഇനി സെല്ലുലോസ് ഉള്ള ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓർത്ത് നോക്കുക എന്തായിരുന്നു? ഫർണിച്ചർ, വുഡ്, അതുപോലെ ക്ലോത്ത്, ദേ കണ്ടെയ്നിങ് സെല്ലുലോസ് കേട്ടോ. ഓർത്ത് നോക്കുക, ഒന്ന് എഴുതി വെച്ചേ. ഫർണിച്ചർ, വുഡ്, ക്ലോത്ത്, കോട്ടൺ ക്ലോത്ത്. എവിടം വരെ എഴുതി? ഫർണിച്ചർ ഏതൊക്കെ വരുന്നുണ്ട്? ഫർണിച്ചർ, ക്ലോത്ത്, സെല്ലുലോസ് ഫൗണ്ട് ഇൻ എന്തൊക്കെ എഴുതി വെക്കാം? ഫർണിച്ചർ, ക്ലോത്ത്, വുഡ് എക്സെട്ര. അത് കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് അടുത്ത ലൈനിൽ എഴുതണം കേട്ടോ. ഓർത്ത് വെക്കാം. ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു ആക്ച്വലി വരുന്നത് അല്ലെ? ഓർത്ത് വെക്കുക. ബാക്ടീരിയ, സെൽ വാൾ ഓഫ് ബാക്ടീരിയ അല്ലെ? ഓർത്ത് വെക്കുക. ബാക്ടീരിയയിലൊക്കെ എന്താ ഓൾറെഡി സെല്ലുലോസ്. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതി വെക്കുക? ഫർണിച്ചർ, ക്ലോത്ത്, കോട്ടൺ ക്ലോത്ത് ആണ്. ദേ കണ്ടെയ്ൻ എന്തായിരുന്നു? സെല്ലുലോസ്. ഓർത്ത് വെക്കാം. അത്രയാണ് കാർബോഹൈഡ്രേറ്റ് ഇമ്പോർട്ടൻസ് കേട്ടോ. ഓർത്ത് വെക്കാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഹെഡിങ് പ്രോട്ടീൻ. എഴുതി വെക്കാം. പ്രോട്ടീൻസ് മെയിൻ ഹെഡിങ് ആണ്. ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിൽ 5 ബയോമോളിക്യൂൾസുകളാണ്. ഫസ്റ്റ് ഏതായിരുന്നു? കാർബോഹൈഡ്രേറ്റ്. സെക്കൻഡ് പ്രോട്ടീൻ. പിന്നെ വൈറ്റമിൻസ്, എൻസൈം, DNA ആൻഡ് RNA ഒരുമിച്ച് വിളിക്കുന്ന പേര് ന്യൂക്ലിക് ആസിഡ്സ് ആണ്. ഓർത്ത് നോക്കാം. അങ്ങനെ 5 ഹെഡിങ്സ് ആണ്. അതിൽ സെക്കൻഡ് ഹെഡിങ് എഴുതാണ്. മെയിൻ ഹെഡിങ് ആണ്, മേജർ ആണ്. പ്രോട്ടീൻ അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ഓർത്ത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക. ഓൾ പ്രോട്ടീൻസ് ആർ പോളിമർ ഓഫ് ആൽഫ അമിനോ ആസിഡ്. All proteins are polymer of alpha amino acid. Polymer of alpha amino acid. Alpha amino acids. Second point കേട്ടോ. Second point. Chief source of protein are. ഏതൊക്കെ പറയാം? നിങ്ങൾക്ക് അറിയാവുന്ന പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡുകൾ ഒന്ന് പറഞ്ഞേ. എഗ്, ചീഫ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആർ എഗ്, മിൽക്ക്, ഫിഷ്, മീറ്റ് എക്സെട്ര. അടുത്ത പോയിന്റ്. ഗ്രീക്ക് വേർഡ് പ്രോട്ടിയോസ് മീൻസ് പ്രൈമറി. ഗ്രീക്ക് വേർഡ് പ്രോട്ടിയോസിന്റെ മീനിങ് ആണ് ഗ്രീക്ക് വേർഡ് പ്രോട്ടിയോസ് വിച്ച് മീൻസ് പ്രൈമറി കേട്ടോ. പ്രൈമറി എന്നാണ്. നമുക്കറിയാം പ്രോട്ടീൻ എന്ത് വെച്ചുണ്ടാക്കിയേക്കുന്നത് അല്ലെ? ആൽഫ അമിനോ ആസിഡ്സ് ആണ്. അപ്പോ അടുത്ത ഹെഡിങ് എഴുതി വെക്കുക. അമിനോ ആസിഡ്.
അമിനോ ആസിഡ്. അണ്ടർലൈൻ ചെയ്യുക കേട്ടോ, ഓർത്ത് നോക്കുക, അമിനോ ആസിഡ്. അപ്പൊ അമിനോ ആസിഡ് എന്ന് പറയുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള ഒരു തീമാണ് കൊണ്ടുവരുന്നത്. ഒരു കാർബൺ ആറ്റത്തിലേക്ക് COHും NH2 ഇത് രണ്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്താ, അമിനോ ആസിഡ്. കണ്ടോ, ഒരു കാർബൺ ആറ്റമാണ്, അതിലേക്ക് COHും NH2. ഇനി ഇവിടെ ഒരു 6 കൊടുക്കുക. 6 എന്ന് പറയുന്നത് ഏതെങ്കിലും ഉള്ള അല്ലെ ഹൈഡ്രോ കാർബൺ ചെയിനോ ഒക്കെ ആവാം. ഇതാണ് ഒരു അമിനോ ആസിഡിന്റെ ബേസിക് സ്ട്രക്ചർ ആയിട്ട് അവർ കൊടുത്തേക്കുന്നത്, RH കേട്ടോ. ഇത് ഫസ്റ്റ് അങ്ങ് വരച്ചു. ഇതാണ് അമിനോ ആസിഡ്. അപ്പോൾ ഒരു ആൽഫ എന്ന് പറയുന്നത് കണ്ടോ, ഇത് ഈ ഒരു കാർബൺ ആണ്. ഈ കാർബൺ ആറ്റത്തിലേക്ക് COHും NH2 ജോയിൻ ചെയ്തു. അപ്പോഴാണ് അമിനോ എന്ന് പറഞ്ഞ NH2 ഗ്രൂപ്പ്. COH എന്താണ്, കാർബോക്സിൽ ഗ്രൂപ്പ്. അത് തന്നെയാണ് ഒരു വേർഡിൽ എഴുതാൻ പോകുന്നത് കേട്ടോ, നോക്കാം. അമിനോ ആസിഡ് ഡെഫിനിഷൻ ചോദിച്ചാൽ എന്ത് പറയും, അമിനോ ഗ്രൂപ്പ് ആൻഡ് എന്താണ്, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ജോയിൻ ടു എ കാർബൺ ആറ്റം അല്ലെ, അതാണ് എഴുതാൻ പോകുന്നത് കേട്ടോ. ഒന്ന് എഴുതി വെച്ചു. ഏതാ, കൈറാലാണ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ എന്ത് ഉണ്ടാവും, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവും കേട്ടോ, ഓർത്ത് നോക്കാം. ഇപ്പോൾ ഒന്ന് എഴുതി വെച്ചു കേട്ടോ. Amino acid contain amino and carboxyl functional group. Amino acid contain amino and carboxyl functional group. Amino acid contain amino and carboxyl functional group. Carboxyl functional group. സെക്കൻഡ് പോയിന്റ് എഴുതി വെക്കുക. ഓൺലി ആൽഫ അമിനോ ആസിഡ്, അടുത്ത ലൈനിൽ ഓൺലി ആൽഫ അമിനോ ആസിഡ്. ഈ ആൽഫ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ആൽഫ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷൻ കേട്ടോ, ഗ്രീക്ക് ലെറ്ററിൽ കണ്ടോ, ഇതാണ് ആൽഫ. ഇത് ആൽഫയാണ്, COHും NH2 ജോയിൻ ചെയ്യുന്ന കാർബൺ ആറ്റം ആൽഫ. ഓൺലി ആൽഫ അമിനോ ആസിഡ് ആർ ഒബ്റ്റെയിൻ, ഓൺലി ആൽഫ അമിനോ ആസിഡ്സ് ആർ ഒബ്റ്റെയിൻ ഓൺ ഹൈഡ്രോലിസിസ് ഓഫ് പ്രോട്ടീൻ. Only alpha amino acid are obtained on hydrolysis of protein. Hydrolysis of protein. അതെ, അമിനോ ആസിഡ് എന്ന് പറയുന്നത് അമിനോ ഗ്രൂപ്പ് NH2ഉം COHും. ഈ NH2 ഗ്രൂപ്പ് എടുത്ത് ഞാൻ ഇവിടെ ഒരു കാർബണിൽ ഫിറ്റ് ചെയ്താൽ എന്താവും, ബീറ്റയാവും. അത് എന്താവണമെന്നില്ല, പ്രോട്ടീൻ ആവണമെന്നില്ല. കണ്ടോ, ഓർത്ത് നോക്കുക. എന്താ പറ്റുള്ളൂ, ആൽഫയിലേക്ക് ആവുള്ളൂ. കണ്ടോ, ആൽഫ അമിനോ ആസിഡ് ആണ് പ്രോട്ടീൻ ആവുക. കേട്ടോ, ഓർത്ത് നോക്കുക. അമിനോ ആസിഡ് വേറെ കുറേയൊക്കെ ഉണ്ടാവും. ആൽഫ അമിനോ ആസിഡിൽ നിന്ന് മാത്രം എന്ത് കിട്ടത്തുള്ളൂ, പ്രോട്ടീൻ കിട്ടുള്ളൂ. കണ്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ആ മീനിങ് ആണ് ഓർത്ത് വെച്ചേക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഫസ്റ്റ് അമിനോ ആസിഡ് ഒന്ന് എഴുതി വെച്ചു. ഫസ്റ്റ് അമിനോ ആസിഡ് ഗ്ലൈസീൻ. ഫസ്റ്റ് അമിനോ ആസിഡ് ഗ്ലൈസീൻ അതിന്റെ സ്ട്രക്ചർ ആണ് കേട്ടോ. സ്ട്രക്ചർ ഓഫ് ഗ്ലൈസീൻ, സ്ട്രക്ചർ ഓഫ് ഗ്ലൈസീൻ എന്ന് എഴുതി വെക്കാം. ഫസ്റ്റ് അമിനോ ആസിഡ് ആണ് സ്ട്രക്ചർ ഓഫ് ഗ്ലൈസീൻ. വേറെ ഒന്നുമില്ല, ഇവിടെ വെച്ച് ചേർക്കാം. സ്ട്രക്ചർ ഓഫ് ഗ്ലൈസീൻ, ഗ്ലൈസീന്റെ സ്ട്രക്ചർ ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. വേഗം എഴുതി. ഗ്ലൈസീൻ GLYCINE കേട്ടോ, GLYCINE. ആദ്യത്തെ അമിനോ ആസിഡ് ആണ് ഗ്ലൈസീൻ. ഗ്ലൈസീൻ ഇതാണ് സ്ട്രക്ചർ. വരക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. അതിന് വേണ്ടിയിട്ടാ സ്ട്രക്ചർ ഓഫ് ഫസ്റ്റ് അമിനോ ആസിഡ് ആണ് ഗ്ലൈസീൻ. സ്ട്രക്ചർ വരക്കണം കേട്ടോ, വേറെ ഒന്നുമില്ല. കണ്ടോ, ആ 6 മാറ്റിയിട്ട് ഞാൻ H കൊടുത്തു. കണ്ടോ, ഈ ഗ്രൂപ്പ് മാറിക്കൊണ്ടിരിക്കും, ഇവര് അനങ്ങൂല കേട്ടോ, ഓർത്ത് വെക്കാം. ഇനി ഇത് കഴിഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് അടുത്ത അമിനോ ആസിഡ് ആണ് അലാനിൻ. അലാനിൻ ഒന്നുമില്ല കേട്ടോ, ഓർത്ത് വെക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ടേബിളേ ഉള്ളൂ, നമ്മളത് വരക്കുന്നു മാത്രമേ ഉള്ളൂ. സ്ട്രക്ചർ ഓഫ് അലാനിൻ. അലാനിൻ അലാനിൻ വരുമ്പോൾ ഇവിടെ ഒരു CH3 ആവും. കണ്ടോ, അത്ര വ്യത്യാസം. CH3 വേണ്ട കേട്ടോ, ഓർത്ത് വെക്കാം. സെക്കൻഡ് ആണ് കേട്ടോ, ഓർത്ത് വെക്കാം. സെക്കൻഡ് അമിനോ ആസിഡ് തന്നെയാണ് ആക്ച്വലി അലാനിൻ കേട്ടോ, ഓർത്ത് വെക്കാം. അലാനിൻ
ഇത് രണ്ടും എഴുതി വെക്കുക കേട്ടോ, ഓർത്ത് വെക്കാം. ദെൻ ഇനി നമുക്ക് അമിനോ ആസിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ആക്ച്വലി വരുന്നത്. ക്ലാസിഫിക്കേഷൻ 2 രീതിയിലാണ് അമിനോ ആസിഡ്സ് കൊണ്ടുവരുന്നത് കേട്ടോ. അടുത്ത സബ് ഹെഡിങ് എഴുതി വെക്കുക, ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്. സബ് ഹെഡിങ് കേട്ടോ. അപ്പോ പ്രോട്ടീൻ, അതിന്റെ അണ്ടറിൽ അമിനോ ആസിഡ്, അമിനോ ആസിഡിന്റെ അണ്ടറിലാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്. ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്. ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ് 2 ടൈപ്പാണ്, എസെൻഷ്യൽ അമിനോ ആസിഡും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡും. അതുപോലെ തന്നെ അസിഡിക്, ബേസിക്, ന്യൂട്രൽ അമിനോ ആസിഡ്, അങ്ങനെ ഉള്ള കാറ്റഗറൈസേഷൻ ഓഫ് ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില അമിനോ ആസിഡ്സ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബോഡിക്ക് ആവശ്യമുള്ള അമിനോ ആസിഡ് ബോഡി ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. അപ്പൊ നമ്മുടെ ബോഡി സിന്തസ് ചെയ്യുന്ന അമിനോ ആസിഡ് എന്താണ്? നോൺ എസെൻഷ്യൽ. അത് റെഗുലർ ഡയറ്റിൽ കിട്ടിയാലൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ബോഡി അത് കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കിക്കോളും. ആ സമയത്ത് എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ ബോഡിക്ക് അത് ഉണ്ടാക്കാൻ പറ്റില്ല, ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റെഗുലർ ഡയറ്റിൽ കൂടി തന്നെ കിട്ടണം കേട്ടോ, ഓർത്ത് നോക്കുക. റെഗുലർ ഡയറ്റിൽ കൂടി തന്നെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണം. അപ്പൊ അതാണ് എന്താ എസെൻഷ്യൽ അമിനോ ആസിഡ് ആയിട്ട് വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ഒന്ന് എഴുതി വെച്ചു. ഫസ്റ്റ് പോയിന്റ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് കേട്ടോ, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. ഫസ്റ്റ് പോയിന്റ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. ഹൈഫൺ അവിടെ എഴുതി വെക്കാം. ദ അമിനോ ആസിഡ് വിച്ച് ക്യാൻ ബി, the amino acid which can be, the amino acid which can be synthesized in the body, the amino acids which can be synthesized in the body. അതാണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. the amino acid which can be synthesized in the body. അതാണ് എന്താ? നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. എക്സാമ്പിൾ നമ്മൾ ഇപ്പൊ എഴുതിയേക്കുന്ന എക്സാമ്പിൾ എഴുതി വെക്കാം. ഗ്ലൈസീൻ, അലാനിൻ. ഗ്ലൈസീൻ, അലാനിൻ. അത് രണ്ടും നോൺ എസെൻഷ്യൽ ആണ് കേട്ടോ, ഓർത്തോ. ഗ്ലൈസിൻ, അലാനിൻ അതൊക്കെ നോൺ എസെൻഷ്യൽ എക്സാമ്പിൾ ആണ് കേട്ടോ. ഗ്ലൈസിൻ, അലാനിൻ. ഇനി അടുത്തത് നോൺ എസെൻഷ്യൽ കഴിഞ്ഞാൽ പിന്നെ എന്താണ്? എസെൻഷ്യൽ അമിനോ ആസിഡ്. എസെൻഷ്യൽ അമിനോ ആസിഡ്. എസെൻഷ്യൽ അമിനോ ആസിഡ്. എസെൻഷ്യൽ അമിനോ ആസിഡ് എഴുതി വെക്കാം. ഹൈഫൺ. which cannot be synthesized in the body, which cannot be synthesized in the body, which cannot be synthesized in the body and must be obtained through, and must be obtained through diet, and must be obtained through diet. Diet must be obtained through diet are known as essential amino acid. Are known as essential amino acid. Example. Example. Valine. 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 Example. കേട്ടോ, എക്സാമ്പിൾ ശരിക്കും ശ്രദ്ധിക്കാം. വലൈൻ, VALINE. വലൈൻ. ലൂസീൻ, LEUCINE. ലൂസീൻ. VALINE. വലൈൻ. അത് കഴിഞ്ഞിട്ട് ലൂസീൻ, LEUCINE. LEUCINE. ലൂസീൻ ഒരെണ്ണം കൂടി എഴുതി വെച്ചോ. ലൈസീൻ, LYSINE. ലൈസീൻ, LYSINE. ലൈസിൻ. ഇവിടെ ശ്രദ്ധിക്കാം, 20 അമിനോ ആസിഡ് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾ ആ ടേബിൾ ഫുള്ള് പഠിക്കുക എന്നുള്ള രീതിയിലാണ് പറയാറ്. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ കുറച്ചെങ്കിലും ഒബ്സർവ് ചെയ്ത് ഒന്ന് നോക്കി വെക്കുക, അത്രേ ഉള്ളൂ കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പൊ ഏകദേശം ഒരു ഐഡിയ വേണം. സ്റ്റാർ ഇട്ടേക്കുന്നതൊക്കെ എസെൻഷ്യലും സ്റ്റാർ ഇടാത്തതൊക്കെ നോൺ എസെൻഷ്യലും ആണ് കേട്ടോ, ഓർത്ത് വെക്കാം. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ക്ലാസിഫിക്കേഷനിൽ പറയുന്നതാണ് അസിഡിക്, ബേസിക്, ന്യൂട്രൽ. ഇവിടെ ശ്രദ്ധിക്കാം, NH2 എന്ന് പറഞ്ഞാൽ എന്താ? അമിനോ. അമിനോ എന്ന് പറഞ്ഞാൽ ബേസിക് നേച്ചറാണ്. COH എന്താണ്? ആസിഡ്. ആസിഡും ബേസും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്താൽ എന്ത് വരും? ന്യൂട്രൽ. ന്യൂട്രൽ അല്ലെ, സോൾട്ട് വരും. അപ്പൊ ഇതും 1, ഇത് 1 വന്നാൽ എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും.
ഇനി ഇവിടെ ഈ CH3 ഇല്ലേ, ഇവിടെ ഞാനൊരു NH2 ഫിറ്റ് ചെയ്താൽ എന്ത് പറ്റും? ബേസിക് ആവും. അപ്പൊ NH2 കൂടുതൽ വന്നാൽ ബേസിക്. ഇനി ഇവിടെ ഞാനൊരു COH എനിക്ക് കൊടുക്കാം, H മാറ്റിയിട്ട് COH കൊടുക്കാം കേട്ടോ. ഇത് വലിയ ചെയിനുകൾ ഉണ്ടാക്കാം ഈ കാർബൺ. അപ്പോ ഇവിടെ ഈ ഒരു കാർബൺ ഒന്നുമില്ല, 2, 3, 4, 5 ഒക്കെ കൊടുത്ത് അവിടെയൊക്കെ നമുക്ക് H-ഉം NH2 ഒക്കെ കൂടുതൽ കൊടുക്കാം. അപ്പൊ അങ്ങനെ കൂടുതലായിട്ട് COH വന്നാൽ അതെന്താവും? അസിഡിക് ആവും. അതാണ് എഴുതാൻ പോകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കേട്ടോ. ഒന്ന് എഴുതി വെച്ചു. നെക്സ്റ്റ് അടുത്ത ലൈനിൽ എഴുതി വെക്കാം. അമിനോ ആസിഡ്സ് ആർ ക്ലാസിഫൈഡ് ആസ് amino acids are classified as acidic, basic or neutral, depending upon the relative number of ആരൊക്കെയായിരിക്കും പറഞ്ഞേ? relative number of amino group and relative number of amino and carboxyl group. amino and carboxyl group. അടുത്ത ലൈനില് ന്യൂട്രൽ ഹൈഫൺ എന്തെഴുതും? equal number of ആരൊക്കെയാ? amino and carboxyl group. neutral hyphen equal number of amino and carboxyl group. അടുത്തത് ബേസിക് ഹൈഫൺ. ബേസിക് അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പറയേ. more number of amino group than carboxyl group. more number of amino than carboxyl group. അടുത്തത് എന്തായിരിക്കും? അസിഡിക് ഹൈഫൺ. നെക്സ്റ്റ് ലൈനിൽ അസിഡിക് ഹൈഫൺ എങ്ങനെ എഴുതും ഒന്ന് പറഞ്ഞു? more number of carboxyl group than എന്തായിരിക്കും? than amino group. കേട്ടോ, ഓർത്ത് നോക്കാം. more number of carboxyl group കേട്ടോ compared to amino group. ഓർത്ത് നോക്കാം. അപ്പോൾ നമ്മൾ അസിഡിക്, ബേസിക്, ന്യൂട്രൽ എഴുതി കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി നമുക്കൊരു ചെറിയൊരു ടോപ്പിക് കൂടി അമിനോ ആസിഡ്സിലുണ്ട്. സ്വിറ്റർ അയോൺ ഹെഡിങ് എഴുതി വെക്കാം. ZWITTER ഇതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇത്രയേ ഉള്ളൂ. അമിനോ ആസിഡ് നമ്മളിപ്പോ കണ്ടതാണ് അല്ലെ. നേരത്തെ എഴുതിയ അതേ അമിനോ ആസിഡ് തന്നെയാണ് ഞാൻ എഴുതുന്നത്. COH ഇവിടെ ഒരു 6 കൊടുത്തു, ഇവിടെ NH2, ഈ H മുകളിലേക്കുള്ളത് ഞാൻ ഇവിടെ എഴുതിയെന്ന് മാത്രം. ഇതാണ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഇത് ഈ NH2ഉം Hഉം ഇതിൽ ഈ H ഇതിലേക്ക് അങ്ങ് വരും. H ഇതിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ അതിനെ പ്രോട്ടോൺ ട്രാൻസ്ഫർ ചെയ്യുന്ന വിളിക്കുക. പ്രോട്ടോൺ. Hന് എന്തായിരിക്കും ചാർജ്? പ്ലസ് അല്ലെ. ആ പ്ലസ് ഇതിലേക്ക് വന്ന NH3 പ്ലസ്, ഇതെന്താവും? COO മൈനസ്, പോസിറ്റീവ് പോകുമ്പോൾ. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് RCH COO മൈനസ് NH3 പ്ലസ്. ഡൈപോളാർ അയോൺ. ഡൈ എന്ന് പറഞ്ഞാൽ എന്താ? 2. പോളാർ, പൊളാരിറ്റി കണ്ടോ, പ്ലസും മൈനസും രണ്ട് സ്ഥലത്ത് ഇതുപോലെ ഇങ്ങനെ വരും. അങ്ങനെ ഡൈപോളാർ അയോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഡൈപോളാർ അയോൺ ആയി വന്നാൽ ഇതിന് ആംഫോട്ടറിക് നേച്ചർ വരും. എന്താ ആംഫോട്ടറിക്? ബോത്ത് അസിഡിക് ആസ് വെൽ ആസ് ബേസിക്. അപ്പൊ ഇതിന് ചോദ്യം നേരെ തിരിച്ചാണ്. സ്വിറ്റർ അയോൺ എന്നല്ല ക്വസ്റ്റ്യൻ വരുന്നത്. എന്താണ്? അമിനോ ആസിഡ് ബിഹേവ് ലൈക്ക് ആൻ ആംഫോട്ടറിക് നേച്ചർ എക്സ്പ്ലെയിൻ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പിക്ചർ വരക്കും, എന്നിട്ട് എഴുതാം കേട്ടോ. നോക്കാം. അപ്പൊ ആദ്യം ഇത് വരക്കണം കേട്ടോ, വേഗം ഒന്ന് വരച്ചേ. എന്നിട്ട് ഇതിനെ കുറിച്ചാണ് എഴുതാൻ പോകുന്നത് കേട്ടോ. ഇത് വരക്കാം. ഇവിടെ നിന്ന് നോക്കിയേ, ഈ H ഇതിലേക്ക് വന്നു കണ്ടോ. അപ്പൊ ഇതെന്തായി? ഒരു H കൂടി കൂടിയപ്പോ NH3 പ്ലസ് കണ്ടോ. ഇവിടെ നിന്ന് H പോയി റിമൂവ് ചെയ്തപ്പോ മൈനസ് ആയി, നെഗറ്റീവ് കേട്ടോ. ഓർത്ത് നോക്കാം.
ഒന്ന് എഴുതി വെച്ചു കേട്ടോ. In aqueous solution, the carboxyl group, in aqueous solution, the carboxyl group, in aqueous solution, comma, the carboxyl group can lose a proton. Carboxyl group can lose a proton, and amino group can accept a proton. Can accept a proton, comma, giving rise to a dipolar ion known as Switter ion. Switter ion. കേട്ടോ, ഓർത്ത് വെക്കാം. നെക്സ്റ്റ് അതിന്റെ ഒരു നേച്ചറും കൂടി പറഞ്ഞാൽ തീരും. അടുത്തൊരു പോയിന്റ് കേട്ടോ, അടുത്ത ലൈനിൽ എഴുതാം. In Switter ionic form, amino acids show amphoteric behavior. Amino acids show amphoteric behavior as they react both with acid and base. എന്ന് പറഞ്ഞാൽ ആസിഡിനെ പോലെയും ബേസിനെ പോലെയും ബിഹേവ് ചെയ്യും. As they react both with acid and bases. കേട്ടോ, ഇത്രേ ഉള്ളൂ. ഇവിടെ വരെ നിൽക്കട്ടെ. അടുത്ത ഹെഡിങ് എഴുതി വെക്കാം കേട്ടോ, സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ എഴുതി വെക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് പറയാം, സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ കേട്ടോ. ഒരു 2 മിനിറ്റ് നമുക്ക് ആ കണ്ടന്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ മറന്നു പോകും അല്ലേ, ഓർത്ത് വെക്കാം. അത് കഴിഞ്ഞാൽ വൈൻഡപ്പ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എന്തായിരുന്നു എടുത്തത്? ഇന്ന് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ്. എന്ത് ശ്രദ്ധിക്കണം? വരക്കുന്ന ഒരു പെന്റഗൺ ഷേപ്പ് അല്ലേ, ഓർത്ത് വെക്കാം. അതിൽ 3rd പൊസിഷനിൽ OH എവിടെയായിരിക്കും? അത് അതിന്റെ ഉള്ളിൽ അല്ലേ, മുകളിലായിരിക്കും. അത് മറക്കരുത്. then അതിന്റെ ആ ഫോർമേഷൻ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് മെയിൻ ആയിട്ട് നമ്മൾ അടുത്ത ഹെഡിങ് എഴുതിയത് ഡൈസാക്രൈഡ്. 3 സുക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ് നിങ്ങൾ പറഞ്ഞാണ്. അപ്പൊ അതിൽ ആ മോണോസാക്രൈഡ് അങ്ങോട്ട് ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ തെറ്റിപ്പോകും, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തേൽ എന്തായിരുന്നു? ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോസ്. കുറെ പറഞ്ഞാൽ മാത്രം അത് കറക്റ്റ് ആയിട്ട് വരും. ഒന്ന് അപ്പുറത്തേക്ക് മാറിയ ഫുള്ള് വെട്ടിക്കളയും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കാം. അത് കഴിഞ്ഞിട്ട് മാൾട്ടോസ് എന്താ? 2 ആൽഫ ഡി ഗ്ലൂക്കോസ്. അത് കഴിഞ്ഞാൽ ലാക്ടോസ് എന്താ? ബീറ്റ ഡി ഗാലക്ടോസ് ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോസ്. അത് കഴിഞ്ഞിട്ട് പോളിസാക്കറൈഡ് 3 ഹെഡിങ് ഏതൊക്കെയായിരുന്നു? സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. സ്റ്റാർച്ചില് ഡാഷ് മോണോസാക്രൈഡ് ആണ്. ഇവർ രണ്ടുപേർക്ക് എക്സാം ആയതുകൊണ്ടാണ് ചോദിക്കാത്തത്. സ്റ്റാർച്ചില് ഡാഷ് മോണോസാക്രൈഡ് ആണ്. ആൽഫയാണോ ബീറ്റയാണോ ഗ്ലൂക്കോസ്? സ്റ്റാർച്ച് നമ്മൾ കഴിക്കുന്നത് എന്താണ്? ഉറപ്പല്ലേ? സ്റ്റാർച്ച്. ഇനി കഴിക്കുമ്പോൾ ഒക്കെ ഓർത്ത് വെക്കണം കേട്ടോ. മധുരം കണ്ടപ്പോൾ തന്നെ എന്ത് ഓർത്ത് വെക്കണം? ആൽഫ ഡി ഗ്ലൂക്കോസ് കേട്ടോ, ഓർത്ത് വെക്കാം. ഇനി സെല്ലുലോസിൽ അപ്പം എന്തായിരിക്കും? ബീറ്റ. ഗ്ലൈക്കോജനിൽ എന്തായിരിക്കും? ആൽഫ ഗ്ലൂക്കോസ് ആയിരിക്കും, ബീറ്റ ഗ്ലൂക്കോസ് ആയിരിക്കും? ഗ്ലൈക്കോജൻ. അനിമൽ ഫാറ്റ് നമ്മൾ കഴിക്കുന്നത് എന്തായിരുന്നു? ആൽഫ. അപ്പൊ എന്തായിരിക്കും? ആൽഫ. അമൈലോപെക്റ്റിൻ ഫർദർ ബ്രാഞ്ചിങ് ലൈക്ക് സ്ട്രക്ചർ. അമൈലോപെക്റ്റിൻ എന്തായിരുന്നു? ആൽഫ ഡി ഗ്ലൂക്കോസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഹെഡിങ് എന്തായിരുന്നു? പറയ്. ഇമ്പോർട്ടൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. അടുത്ത ഹെഡിങ് എന്തായിരുന്നു? പ്രോട്ടീൻ. പ്രോട്ടീനിൽ ഫസ്റ്റ് ഹെഡിങ് അമിനോ ആസിഡ്. അമിനോ ആസിഡ്സിൽ ഫസ്റ്റ് ടോപ്പിക് അമിനോ ആസിഡ്സിൽ ഗ്ലൈസിൻ, അലാനിൻ അല്ലേ, അതൊക്കെ ഓർത്ത് വെച്ചു. അതിന്റെ ഡെഫിനിഷൻ ഒക്കെ എഴുതി. അത് കഴിഞ്ഞിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ് ഏതൊക്കെയായിരുന്നു? എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ. അത് കഴിഞ്ഞാൽ അസിഡിക്, ബേസിക്, ന്യൂട്രൽ. അത് കഴിഞ്ഞാൽ സ്വിറ്റർ കേട്ടോ, ഓർത്ത് പോകാം.
ഒരു ഐഡിയ ഇങ്ങനെ ഓർഡറിൽ നീറ്റായിട്ട് പഠിക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. മറക്കരുത് ആ പോസ്റ്റ് ഇടണം കേട്ടോ. ആ